സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം കൂടെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് പിന്നെ ഒരു പ്രാവശ്യമോട് ഒന്നിച്ചടുത്ത് ഉരുവാന്തക്കൊണ്ട് അവിടെ നൽകിയ സാവകാശത്തിനായ സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നയിച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും ആത്മീയ ബലത്തിന് കാരണമായി തീരാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം, മുൻകാര്യങ്ങളെ ചെയ്യണം. സമർപ്പിക്കുന്നപ്പോൾ അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചാട്ട്, അനുഗ്രഹിച്ചാട്ട്, യേശു മൂലം താഴ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. നമ്മൾ നല്ലൊരു ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. വളരെ വ്യത്യസ്തതയുള്ള ഒരു അനുഭവമാണ്. എന്നോടൊപ്പം പ്രിയപ്പെട്ട കർത്താൻദാസൻ ജിൻസൺ പാസ്റ്റർ, ജിൻസൺ തോമസ്, ജിൻസൺ നെടുവേലിൽ വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ദൈവദാസനെ ഈ ഒരു എൻ്റെ കഥയുടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യണം. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. ഇത്തിരി സന്തോഷമുണ്ട് പാസ്റ്റർ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി കടന്നു വന്നതിൽ. ഞാൻ ആരംഭത്തിൽ പ്രേക്ഷകരോട് ഓർപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തമാകുന്ന ജീവിതാനുഭവങ്ങളാണ്. നിങ്ങൾക്ക് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാകും. എനിക്ക് വ്യക്തിപരമായിട്ട് പ്രിയ പാസ്റ്ററുമായിട്ട് വളരെ അടുത്ത ഒരു ആത്മീക ബന്ധമുണ്ട്. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ബോംബെയിൽ രണ്ടുപേരും, പാസ്റ്ററും ബോംബെയിലായിരുന്നു. പാസ്റ്റർ സ്നാനപ്പെട്ടതൊക്കെ ബോംബെ വെച്ച അനുഭവങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. പാസ്റ്ററെ, സുഖമായിട്ടിരിക്കുന്നേ? അതെ, എനിക്കറിയാം ഒരു വലിയ ചലഞ്ചിനെ നേരിടുന്നൊരു സമയമാണ് അല്ലേ? കഴിഞ്ഞ 4 വർഷമായിട്ട്. 4 പാസ്റ്റർ, 6 വർഷം കഴിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു പാസ്റ്റർ ഒരിക്കൽ ബോംബെയിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒന്ന് വന്നിരുന്നല്ലോ. 2017 കാലയളവിലാണ് വന്നിരുന്നത്. പക്ഷെ അന്ന് ഈ ഒരു അവസ്ഥ ഇല്ലായിരുന്നു. അപ്പോൾ പൂർണ്ണമായും ഒരു ഞാൻ പ്രഷർക്ക് വേണ്ടി പറയാം, പാസ്റ്റർ കണ്ടിന്യൂസ് ഡയാലിസിസ് നടക്കുന്ന ഒരു സ്റ്റേജിലാണിപ്പോൾ. എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിലൊക്കെ ഭയങ്കര അനുഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു ഡയാലിസിസ് എപ്പോഴാണ് പാസ്റ്റർ തുടങ്ങിയത്? 2019 നവംബർ മാസമാണ് തുടങ്ങുന്നത്. ഓ, അത് ശരി. കോവിഡിന് പാസ്റ്റർ പറഞ്ഞാൽ 7 വർഷമായി. 7 വർഷമായി. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എനിക്ക് സത്യത്തിൽ ഈ സാക്ഷി എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ 2 വട്ടം ആലോചിക്കുകയാണ്. നമുക്ക് ജീവിതാനുഭവങ്ങൾ അല്ലേ, രക്ഷയുടെ അനുഭവങ്ങളും ദൈവവേല തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. അതൊന്ന് കേട്ടു തുടങ്ങിയാലോ? കാരണം രോഗാനുഭവങ്ങൾ നമുക്ക് ലാസ്റ്റിൽ പറയാം. അതിലൊക്കെ വലിയ അനുഭവങ്ങൾ അതിൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് എനിക്കറിയാം. കാരണം വ്യക്തിപരമായിട്ട് ഞാൻ അറിയാവുന്ന ഒരു വ്യക്തി സാക്ഷ്യം എന്ന് പറയുമ്പോൾ ജിൻസൺ പാസ്റ്റർ, ഞങ്ങളൊക്കെ ജിൻസൺ എന്നായിരുന്നു അന്നും ഇന്നും വിളിക്കുന്നത്. കാരണം അങ്ങനെ ഒരു അടുപ്പമായിരുന്നു അല്ലേ? അതെ, പാസ്റ്റർ രക്ഷിക്കപ്പെടുന്നത്, പാസ്റ്റർ സ്നാനപ്പെടുന്നതൊക്കെ അന്ന് ഞാനും ശുശ്രൂഷിക്കുന്ന സഭയിലാണ്. അങ്ങനെ ഒരു ബന്ധമാണ്. അതുകൊണ്ട് എനിക്കറിയാം രക്ഷയുടെ അനുഭവങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ പാസ്റ്റർക്ക് പറയാനുണ്ടെന്ന്. ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നാടും വീടും കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. പാസ്റ്റർക്ക് പറയാം, അതിനുശേഷം നമുക്ക് ജീവിതാനുഭവങ്ങൾ കേൾക്കാം. എൻ്റെ പേര് പാസ്റ്റർ പറഞ്ഞതുപോലെ ജിൻസൺ തോമസ് എന്നാണ്. എൻ്റെ സ്ഥലം പത്തനംതിട്ടയ്ക്കടുത്ത് വാര്യാപുരം ആണ്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു മർത്തോമ കുടുംബത്തിലാണ്. ഞങ്ങളെ 2 മക്കളാണ് വീട്ടിലുള്ളത്. എനിക്കൊരു സിസ്റ്ററൂടെ ഉണ്ട്. ചെറുപ്രായം മുതൽ തന്നെ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ വളർന്നു വരുവാൻ എനിക്കിടയായിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ ഒരു അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫാമിലിയാണ്. ചെറുപ്രായം മുതൽ തന്നെ ആത്മീയ തലത്തിൽ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മർത്തോമ പശ്ചാത്തലമായിരുന്നുവെങ്കിലും സൺഡേ സ്കൂളിലും യുവജന സഖ്യത്തിലും ഇടവകയുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾ സജീവ സാന്നിധ്യരായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു വൈദികൻ ആഗ്രഹമായിരുന്നു.
അതനുസരിച്ചുള്ള കുഞ്ഞുകാലം തൊട്ട് അതനുസരിച്ചുള്ള ഒരു പരിശീലനം എനിക്ക് കിട്ടിയിരുന്നു. പ്രസംഗിക്കാനും ഡിബേറ്റുകൾ നടത്താനും എല്ലാം ദൈവം പ്രത്യേകമായ കഴിവ് ദൈവം എനിക്ക് ആ സമയങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പഠന മേഖലകളിലും ഉന്നത വിജയങ്ങളൊക്കെയും ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പഠനം ഒക്കെയും ഞാൻ ഭയങ്കര ബുദ്ധിയുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. എങ്കിലും ദൈവം അത്ഭുതകരമായി എല്ലാ മേഖലകളിലും നല്ല വിജയം തന്നെ മാനിച്ചു. കാരണം 10 കഴിഞ്ഞ പ്രീ ഡിഗ്രി കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലായിരുന്നു, ഡിഗ്രിയും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ. അതിനുശേഷം മാസ്റ്റർ ഡിഗ്രി, എക്കണോമിക്സിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ എല്ലാ തലത്തിലും ദൈവം എന്നെ മാനിക്കപ്പെടുകയുണ്ടായി. ആ കാലഘട്ടങ്ങളിൽ മാർത്തോമാ സഭയുടെ പല ശുശ്രൂഷ മേഖലകളിലൊക്കെ പങ്കെടുക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. യൂത്ത്സിന്റെ ഇടയിലും മുതിർന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം അവസരങ്ങൾ തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് സഖ്യത്തിന്റെ, യുവജന സഖ്യത്തിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ, അതുപോലെ യുവജന സഖ്യത്തിന്റെയും ഇടവകയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്ന ഒരു കാലഘട്ടം. ഇടവക സെക്രട്ടറി ആയിരുന്നു അല്ലേ? ഇടവക ഭാര്യാവരം സെന്റ് തോമസ് മാർത്തോമാ പള്ളിയുടെ ഇടവക സെക്രട്ടറി ആയിട്ട് അവിടെ ഇരിക്കാൻ ഞാൻ അത് പറയാൻ കാരണം, സത്യത്തില് നമ്മൾ പരിചയപ്പെടുന്ന സമയം അന്ന് ദേവദാസനൊരു വളരെ യങ് ആയിട്ടുള്ളൊരു സമയമാണ്. യു വേർ ഇൻ യുവർ 20s, 20കളിലാണ്. അപ്പോൾ 20കളിൽ ആ പ്രായമുള്ള ഒരാൾ ഇടവക സെക്രട്ടറി ആകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ഒരു മൈൽ സ്റ്റോണാണ് അല്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഏകദേശം 600 മെമ്പേഴ്സ് ഉള്ള ഒരു സഭയുടെ ഇതിൽ കയറി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം പ്രായമുള്ളവരെ ആ ഒരു കാലഘട്ടമാണ് സഭ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ കയറി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കൃപയാണ്. എത്ര വയസ്സുണ്ടായിരുന്നു ഇടവക സെക്രട്ടറി ആയപ്പം? 21 വയസ്സേ ഉള്ളായിരുന്നു. ഞാൻ MA ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ 21 വയസ്സുള്ളപ്പോൾ ഇടവക സെക്രട്ടറി ആയി. 21, 22 വയസ്സ് ആ കാലഘട്ടം. ഓ, അപ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ഇടവകയിലുള്ളവർ അത്രയധികം നമ്മളെ സ്നേഹിച്ചിരുന്നു. പിന്താങ്ങലും നൽകിയൊരു ഇടവകയാണ് വാര്യാപുരം മാർത്തോമാ പള്ളി അല്ലേ? വാര്യാപുരം സെന്റ് തോമസ് മാർത്തോമാ ചർച്ച്. ആ സമയത്ത് മധുബഹകളിലൊക്കെ സ്ഥിരം കയറും, പാഠം വായിക്കാൻ കയറും. ഒരു സജീവ സാന്നിധ്യമായിരുന്നു. അധ്യാപകനൂടെയായിരുന്നു. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളും പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ MA കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ DDക്ക് വേണ്ടിയുള്ള കോട്ടയം തിയോളജിക്കൽ സെമിനാരി അപ്ലൈ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് കോട്ടയം തിയോളജിക്കൽ സെമിനാരി ഞാൻ അപ്ലൈ ചെയ്തു, ടെസ്റ്റ് എഴുതി. ടെസ്റ്റിൽ കയറി വന്ന് പിന്നീട് എന്നെ ഇന്റർവ്യൂ റിജക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ തിരുമേനി റാന്നി നിലക്കൽ ഭദ്രാസന അധിപൻ യുവാക്കിമാർ കൂറുലോസ് തിരുമേനിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മാർത്തോമാ സഭയുടെ മിഷൻ ഫീൽഡിലേക്ക് പോയിട്ട് പിന്നീട് എപ്പോഴേലും നമുക്ക് വീണ്ടും എഴുതാം. ആ സമയത്താണ് ഞാൻ ബോംബെയിലേക്ക് കടന്നു വരുന്നത്. ബോംബെയിൽ ആദ്യം എത്തുന്നത് നമ്മുടെ CGS സെക്ടർ 3യിലാണ്. ആ സമയത്ത് അവിടെ വരുമ്പോഴും ഞാൻ ദാദർ മാർത്തോമാ പള്ളിയിൽ പോകാൻ തുടങ്ങി. ആ സമയത്താണ് അവിടെ പാസ്റ്ററിന് അറിയായിരിക്കും, ഒരു ഷിബു ബ്രദർ എന്നും പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് ആദ്യം അടുക്കാൻ ഇടയായി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനകൾക്കൊക്കെ പുള്ളിയോട് കൂടെ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും വീണ്ടും അവിടെയും പോവും, ദാദർ മാർത്തോമാ പള്ളിയിലും പോകുമായിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് പാസ്റ്റർ ഫെയ്ത്ത് സിറ്റി ചർച്ചിലേക്ക് ഞാൻ വരാൻ ഇടയായത്. പാസ്റ്റർ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല ആ സമയം. കാരണം ആ സമയം പാസ്റ്റർ അവിടെ അസോസിയേറ്റഡ് പാസ്റ്ററാണ്, റെജി സൗമ്യ പാസ്റ്ററാണ് അന്ന് അവിടെ പാസ്റ്ററായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ അവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ജിൻസിനെ. ആ സമയങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാൻ പല പ്രാവശ്യം ആ സമയത്തും നമ്മൾ സംസാരിക്കുകയും ദൈവിക ആലോചനയൊക്കെ അന്ന് ദേവദാസനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ സെക്ടർ 3യില് ഞങ്ങളൊരു പ്രാർത്ഥന വെക്കുകയും കർത്താവിൽ വിശ്രമിക്കുന്ന സന്തോഷ് വർഗീസ് പാസ്റ്ററും കൂടെ ആ പ്രാർത്ഥന ലീഡ് ചെയ്ത്. ഞാനുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അന്ന് ജെൻസൺ പാസ്റ്ററുടെ സഹോദരി ജിൻസി സിസ്റ്റർ വളരെ സീരിയസ് ആയിട്ട്, വളരെ ക്രിട്ടിക്കലായിട്ട് ICU കിടക്കുകയാണ്. അന്ന് എല്ലാവരും ദൂത് പറഞ്ഞു, ജിൻസി സിസ്റ്റർ ലോകത്തിലേക്ക് മടങ്ങി വരത്തില്ലെന്ന് ദൂത് പറഞ്ഞു. എല്ലാവരും ദൂതെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ പ്രവചിച്ചു, ജിൻസി സിസ്റ്റർ മടങ്ങി വരത്തില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു പുറത്ത് വരത്തില്ല. ആ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയറിന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞൊരു വചനം, നമ്മുടെ നാവിന്മേൽ ജീവനും മരണത്തിനും
അധികാരമുണ്ട്. അധികാരം. അതുകൊണ്ട് ജിൻസിക്ക് മരണമല്ല, ഞങ്ങൾ ജിൻസിക്ക് ജീവൻ പ്രഖ്യാപിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു ജിൻസി സിസ്റ്റർ പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വരുന്നൊരു അവസ്ഥയുണ്ടായി അല്ലേ? അതെ, അതൊന്നും മറക്കാനൊക്കത്തില്ലെന്ന്. കാരണം എൻ്റെയും ശുശ്രൂഷയുടെ തുടക്കമാണ് നമ്മൾ നേരിട്ട് കാണുന്ന അനുഭവം. ഞാൻ ഈ അനുഭവം പല വേദിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ജിൻസിക്ക് ജീവൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചതും എല്ലാ പ്രവചന ദൂതുകളും ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിനെ തിരുത്തി അന്ന് പുറത്ത് വന്ന അനുഭവമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സ്ഥിരം ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ സജീവമായി വരുമായിരുന്നു. അങ്ങനെ അനി ജോർജ് പാസ്റ്റർ, എനിക്കൊന്ന് അനി ജോർജ് തിരുവല്ല, അന്ന് ഫെയ്ത്ത് സിറ്റി സ്ഥിരം വിസിറ്റേഴ്സ് പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ വരുമായിരുന്നു. ആ കാലഘട്ടത്തില് ഞാൻ ബിഡിക്ക് സെലക്ഷൻ എഴുതാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അനി ജോർജ് പാസ്റ്റർ ഒരു ദൈവാലോചന എന്നോട് പറഞ്ഞു, നിന്നെ ദൈവത്തിന് നീ ആഗ്രഹിക്കുന്ന മേഖലകളിലല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിന്നെ ദൈവത്തിന്റെ വേറൊരു പദ്ധതിയിലേക്ക് കൊണ്ടുപോകാനുണ്ടെന്നൊരു ആലോചന എന്നോട് ഫെയ്ത്ത് സിറ്റി ചർച്ച് വെച്ച് പറഞ്ഞു. ആ സ്കൂളിൽ വെച്ച BT-യില്. അത് കഴിഞ്ഞ് ഞാൻ സ്നാനപ്പെടാനൊന്നും ഡിസിഷൻ എടുത്തൊന്നുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മർത്തോമ സഭയാണ് ഏറ്റവും വലുത്, അതിന്റെ അടിസ്ഥാന സത്യങ്ങളെ എന്നും ഞാൻ മുറുകെ പിടിച്ചിരുന്നു. മർത്തോമ സഭയിൽ നിന്ന് ബെന്തിക്കോസ് പശ്ചാത്തലത്തിൽ പോകുന്നവരെ തന്നെ എനിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. പാസ്റ്റേഴ്സിനെ പോലും ഞാൻ ഭവനത്തിൽ അങ്ങനെ അംഗീകരിക്കുകയില്ലായിരുന്നു. മുതിർന്ന ബാപ്റ്റിസത്തെയൊക്കെ ശക്തമായ രീതിയിൽ തന്നെ ഞാൻ എതിർക്കാറുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. കാരണം സഭ ഈ പൊളിറ്റിക്സിനെ പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കയറിയ ഒരു കാലഘട്ടം, സഭാ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് വീണ്ടും വിശ്വാസത്തിലേക്ക് വരുന്നതും. ആ സമയത്ത് ഒരു നവംബർ മാസം 2008 നവംബർ മാസം ഫെയ്ത്ത് സിറ്റി ചർച്ചില് എനിക്ക് സാക്ഷ്യം പറയുവാനും, ആ ഡിസംബർ മാസത്തില് ഫിലിപ്പ് പാസ്റ്റർ എനിക്ക് റൂമിൽ വന്ന് ക്ലാസ് ഒക്കെ എടുക്കുകയും സ്നാനത്തിന്റെ ആവശ്യകത, സ്നാനം എന്തിന്, രക്ഷാ പദ്ധതികൾ തുടങ്ങിയ കുറിച്ചൊക്കെ ക്ലാസ് ഒക്കെ എടുക്കുകയും, തുടർന്ന് പാസ്റ്റർ രജി ശൗമേല് കാഞ്ചൂർമാർക്കുള്ള IPC സ്നാനക്കുളത്തിലാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. ഡിസംബർ മാസത്തിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. അന്ന് ഫെയ്ത്ത് സിറ്റി ചർച്ച് എന്നേ ഉള്ളതാണ്, ഇന്നാണ് അത് ഫെയ്ത്ത് സിറ്റി IPC ആയതെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഒരു മാസം കൂടെ ബോംബെയിൽ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. ആ കാലഘട്ടമൊക്കെ എൻ്റെ ജീവിതത്തിലെ വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. കാരണം എൻ്റെ ഒരേ ഒരു സിസ്റ്ററേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരത്തിയുടെ കാര്യം കൂടി ഞാൻ ഇതിന്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. പുള്ളിക്കാരത്തി മസ്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു, അവരും ബോംബെയിലായിരുന്നു. ഒരു ഓർത്തഡോക്സ് പശ്ചാത്തലത്തിലാണ് പുള്ളിക്കാരത്തിയെ കല്യാണം കഴിച്ചത്. അതിനുശേഷം പുള്ളിക്കാരത്തിക്ക് ചിക്കൻ ഗുനിയ വന്ന് ഹൈഡോസ് മെഡിസിൻ ഒരു ഹോസ്പിറ്റലുകാർ എടുത്തതിന്റെ ഫലമായിട്ട് മസ്കറ്റിൽ വെച്ച് തന്നെ പുള്ളിക്കാരത്തിന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആവുകയും പുള്ളിക്കാരത്തെ തിരിച്ച് നാട്ടിലെത്തുകയും എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിൽ ഡയാലിസിസും പല കണ്ടീഷനിലൂടെ കടന്നു പോവുകയും വെന്റിലേറ്ററിലും അങ്ങനെ പല അവസ്ഥകളിലൂടെ കടന്നുപോയി. ആ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും അധികം സപ്പോർട്ട് തന്ന് പ്രാർത്ഥിച്ച ദൈവദാസന്മാരാണ് ഫിലിപ്പ് പാസ്റ്റർ, രജീഷ് ശൗമേൽ പാസ്റ്റർ, സന്തോഷ് മറീസ് പാസ്റ്റർ, അങ്ങനെ അനേക ദൈവദാസന്മാർ ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ആ സമയത്തൊക്കെ ഫിലിപ്പ് പാസ്റ്ററൊക്കെ വീട്ടിൽ വന്ന്, എൻ്റെ സ്വന്തം വീട്ടിൽ വന്നും പ്രാർത്ഥിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ദൈവദാസന്മാരെ പരിചയപ്പെടുന്നത്. അങ്ങനെ സിസ്റ്ററിനെ 2009 ട്രാൻസ്പ്ലാന്റ് എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുകയുണ്ടായി. വീണ്ടും അവരെ വിശ്വാസത്തിലേക്കൊക്കെ കടന്നു വരിക. അവര് ബോംബെയില് നെരൂൾ ചർച്ച് ഓഫ് ഗോഡിന്റെ മെമ്പേഴ്സ് ആയിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിലും പല പ്രതിസന്ധികൾ ആഞ്ഞടിച്ചിരുന്നു. ഈ പ്രതിസന്ധികളിലൂടെ ഒക്കെ ഞങ്ങൾ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. സിസ്റ്ററിന്റെ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് സിസ്റ്ററിന് ഒരു ബ്രെയിൻ ട്യൂമർ പോലൊരു സർജറി ഒക്കെ കടന്നു വരികയും അത് ബോംബെ അപ്പോളോയിൽ നടത്തുകയും അങ്ങനെ വെച്ച കിഡ്നി റിജക്റ്റ് ആയി. പുള്ളിക്കാരത്തി 2021 ദൈവസന്നിധിയെ ചേർക്കപ്പെടുവാൻ ഇടയായി. അന്നേരം വളരെ കഠിനമായ ശോധനകളുടെ നടുവിലൂടെ പോയിട്ടും ദൈവം ഞങ്ങളെ ഇത്രത്തോളം പിടിച്ചു നിൽപ്പാനുള്ള ഒരു ദൈവകൃപ ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം 2019 കാലയളവിലാണ് എൻ്റെ ഈ അസുഖം റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ബോംബെയിൽ നിന്ന് ഞാൻ 2008 സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ ബെഹ്റിനിലേക്കാണ് പോയത്. ബെഹ്റിനില് ഏകദേശം 2-3 വർഷക്കാലം അവിടെ വർക്ക് ചെയ്യുകയും തുടർന്ന് ബോംബെയിൽ നിന്ന് എൻ്റെ ഒരു വിവാഹം നടക്കുവാൻ ദൈവം ഇടയാക്കി. ചിലപ്പോൾ മിക്കവാറും ഉള്ള ദൈവദാസന്മാർക്കെല്ലാം എൻ്റെ ഫാദർ ലോയെ അറിയാം. പാസ്റ്റർ KM ജോയി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ബോംബെയിലെ നിരവധി ചർച്ചുകളൊക്കെ ഉണ്ട്. ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്റർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ബോംബെയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തനം തുടങ്ങി. മുംബ്ര ആസ്ഥാനമാക്കി ബെഥേൽ ഗോസ്പൽ മിഷൻ എന്ന ഒരു ചർച്ച് സ്ഥാപിക്കപ്പെടുകയും
ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ ജീനയാണ് ഞാൻ വിവാഹം കഴിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ബെഹ്റിനിലെ കാലഘട്ടത്തിന് ശേഷം ഞാൻ വീണ്ടും ബോംബെയിലേക്ക് തിരിച്ചു വരികയും ഇന്റർനാഷണൽ അക്കൗണ്ട്സിൽ ഒരു PG എടുത്തതിന് ശേഷം മുത്തൂറ്റിന്റെ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം 1.5 വർഷക്കാലം ബോംബെയിൽ വർക്ക് ചെയ്യുവാൻ ഇടയായി. അതിനുശേഷം ആ സമയത്ത് തന്നെ ഹിന്ദി ചർച്ചുകളിലൊക്കെയും ദൈവവചന ശുശ്രൂഷിപ്പാനൊക്കെയും ഇടയാക്കി. എനിക്ക് ബോംബെയിൽ ഞങ്ങൾക്ക് ചർച്ച ഉള്ളത് കൊണ്ട് ഓരോ ഞായറാഴ്ചകൾ തോറും ഹിന്ദി സർവീസിലൊക്കെ പങ്കെടുക്കുകയും ദൈവവചന ശുശ്രൂഷിക്കാനൊക്കെ അവസരങ്ങളൊക്കെ ദൈവം ഒരുക്കി. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എനിക്ക് ദുബൈയിലേക്ക് ദൈവം ഒരു വഴി ഒരുക്കി. അങ്ങനെ ഞാൻ ദുബൈയിൽ ഒരു കമ്പനിയിൽ അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ആയി ജോയിൻ ചെയ്യുവാൻ ഇടയായി. അവിടെ അധികം നാൾ ജോയിൻ ചെയ്ത് അധികം നാൾ അവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഒരു ദൈവദാസനിലൂടെ ഇങ്ങനെ തുടർച്ചയായിട്ട് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. ജോലിയല്ല, ദൈവത്തിന്റെ വേലയാണ് ജിൻസൺ ബ്രദറിനെ കൊണ്ട് ആഗ്രഹിക്കുന്നതെന്ന് എന്നോട് പലപ്പോഴും പറയുമായിരുന്നു. കാരണം ഞാൻ അന്നാലും ആ ദൈവദാസനോട് പറയും, ഞാൻ ജോലി ചെയ്തിട്ട് ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്തു കൊള്ളാം. കാരണം സുവിശേഷ വേലയിലേക്ക് പൂർണ്ണമായി പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ആ കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു. ജോലിയോടൊപ്പം തന്നെ ഏതെങ്കിലും ദൈവദാസന്മാരെ ഹെൽപ്പ് ചെയ്തു പോവുക എന്നൊരു മെന്റാലിറ്റി എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ദുബൈ വെച്ച് ഒരു പ്രാവശ്യം ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോൾ ഷാർജ എയർപോർട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദൈവദാസൻ ദൂരെ നിന്ന് എന്റെ ഉടുപ്പെ പിടിച്ചിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾ ഈ പട്ടണത്തിൽ കിടക്കേണ്ടതല്ല, ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി പോകണം എന്ന് ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബന്ധുക്കൂസുകാരനാണോ ഒന്നും തോന്നത്തൊന്നുമില്ല. എങ്കിൽ അദ്ദേഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൂത് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ സെമിനാരിയിൽ പോയി പഠിക്കണം, നിങ്ങൾക്ക് സെമിനാരി കോസ്റ്റ് എത്ര രൂപ ആണെങ്കിലും ഞാൻ തരാം, നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല സെമിനാരി പോയി പഠിക്കണമെന്നൊക്കെ എന്നോട്. അതായത് ഈ ദേവദാസനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പരിചയമില്ല, ഒന്നുമില്ല, പരിചയമില്ല. അന്ന് ഞാൻ പരിചയപ്പെട്ട അദ്ദേഹം എനിക്കൊന്ന് ബിനിയാദ് ബെന്തിക്കോസ് ചർച്ച് അബുദാബിയുടെ പാസ്റ്റർ. അദ്ദേഹം ഏതോ ഒരു ട്രീറ്റ്മെന്റ് പർപ്പസിന് വേണ്ടി എറണാകുളത്തിന് യാത്ര ചെയ്യും. പക്ഷെ ഇടയ്ക്ക് നിർത്തി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അന്ന് അവിടെ വെച്ച് എന്തെങ്കിലും നമുക്ക് ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അന്ന് BP-യുടെ ഒരു വേരിയേഷൻ ഉണ്ടായിരുന്നു, BP ഹൈ ആയിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ പാസ്റ്റർ എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത്, ഈ ദേവദാസനെ നമ്മളെ കൈപിടിച്ച് യശയാവ് 54 ഒരു വാക്യം പറഞ്ഞല്ലേ, അല്പകാലത്തേക്ക് ഞാൻ നിന്നെ മറന്നുവെങ്കിലും മഹാതയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അതെ, ഞാനത് ഓർക്കുന്നുണ്ട്. ആ ദേവദാസൻ എറണാകുളം നെടുമ്പാശ്ശേരി വന്നു. എറണാകുളം നെടുമ്പാശ്ശേരി വന്നിട്ട് എന്നെ അവിടെ പ്രാർത്ഥിച്ചയച്ചിട്ട് അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു. അദ്ദേഹം അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പരിമല വെച്ച് ബൈപ്പാസിനിടെ അദ്ദേഹം മരണപ്പെടുന്ന ഒരു അനുഭവം, മരണപ്പെട്ടു ഈ ലോകത്ത്. ചർച്ച് ഓഫ് ഗോഡ് ബിനിയാദിന്റെ ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിന്റെ മരണ ശുശ്രൂഷയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, അദ്ദേഹം മരിച്ചത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ ബോംബെ തന്നെ തിരികെ കടന്നു പോവുകയും എന്റെ BP-യുടെ കാര്യങ്ങളൊക്കെ, എന്റെ BP-ക്ക് മെഡിസിൻ ഒക്കെ എറണാകുളത്തു നിന്നൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ BP എന്റെ ശരീരത്തിൽ ഹൈ ആയിരുന്നു. ആ സമയത്ത് ഞാൻ വീണ്ടും ബോംബെയിലേക്ക് പോവുകയും നമ്മുടെ ബോംബെയില് മഹനീതാന്റെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, പാസ്റ്റർ അറിയാവുന്ന, ഉല്ലാസ് നഗറിലുള്ള, അതിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. അവിടെ ചില ദിവസങ്ങൾ ഞാൻ അവിടെ ഹിന്ദി ബൈബിൾ കോളേജിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ വീണ്ടും നാട്ടിലേക്ക് മടങ്ങി വരികയും ഇപ്പോൾ ദുബൈയില് IPC ചർച്ചിന്റെ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ അലക്സ് എബ്രാം പാസ്റ്റർ എന്നെ പണ്ട് എന്നോട് അദ്ദേഹം ദൂത് പറഞ്ഞു. അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുകയും എന്നോട് പറഞ്ഞു, ജിൻസൺ ബ്രദറെ, നിങ്ങൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പഠിച്ചു, നിങ്ങളുടെ കംപ്ലീറ്റ് ചെലവ് ഞാൻ തരാം. പക്ഷെ എന്നോട് ദുബൈയിൽ വെച്ചൊരു ദൈവദാസൻ ഒരു ദൂത് പറഞ്ഞു. ഞാൻ പറഞ്ഞ എയർപോർട്ടിൽ വെച്ച് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ എന്നോട് ആ ദൈവദാസൻ പറഞ്ഞൊരു ദൂതാണ്, നിനക്ക് പഠിക്കുവാനുള്ളത് ഈ പട്ടണത്തിൽ നിന്ന് തന്നെ ദൈവം ഒരുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത്ര കാര്യമൊന്നും ആക്കാൻ പോയില്ല. എങ്കിൽ അലക്സ് എബ്രാം പാസ്റ്റർ എന്നെ വീണ്ടും നിർബന്ധിച്ചു കൊണ്ടിരുന്നു, സെമിനാരി ചേര്. അങ്ങനെ അലക്സ് എബ്രാം പാസ്റ്ററാണ് പിന്നീട് എന്നെ മുന്നോട്ട് കൂടുതൽ എന്റെ ആത്മീയ ജീവിതത്തിൽ പ്രചോദനം തന്ന ഒരു വ്യക്തി. അലക്സ് എബ്രാം പാസ്റ്റർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു US ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ദുബൈയിലെ കരാമയിൽ അദ്ദേഹത്തിന് IPCയുടെ വലിയൊരു ചർച്ചുണ്ട്. ആ ചർച്ചാണ് എന്നെ പിന്നീടുള്ള എന്റെ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയത്. അങ്ങനെ ഞാൻ പൂനെ UBSC ചെന്ന് ആദ്യം നോക്കി. UBSC ചെന്നപ്പോൾ എനിക്ക് അവിടെ പഠിച്ചു കയറാൻ പറ്റത്തില്ലെന്നൊരു തോന്നലുണ്ടായപ്പോൾ ഞാൻ വീണ്ടും അലക്സ് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, മണക്കാല സെമിനാരി ഞാനൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2014 മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ BDക്ക് ചേരുവാൻ ദൈവം ഇടയാക്കി. BD 4 വർഷം ആ സെമിനാരിയിൽ പഠിച്ച് സറാംപൂരിന്റെ കോഴ്സ് പഠിച്ച് 4ാം വർഷം B ഗ്രേഡോടുകൂടി നല്ലൊരു റിസൾട്ടോടുകൂടി പുറത്തു വരുവാൻ ദൈവം ഇടയാക്കി. ഈ 4 വർഷം ദൈവം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പല ശുശ്രൂഷ മണ്ഡലങ്ങളിലൊക്കെ ദൈവം എന്നെ അയക്കുകയും ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം അവസരങ്ങളൊക്കെ നൽകുകയും ചെയ്തു.
ആ കാലഘട്ടങ്ങളിൽ എൻ്റെ PhD പഠനത്തിന് വേണ്ട എക്സ്പെൻസുകൾ കംപ്ലീറ്റ് വഹിച്ചത് കർത്താവിന്റെ ദാസൻ അലക്സ് എബ്രഹാം പാസ്റ്ററാണ് ദുബൈയിൽ ഉണ്ടായിരുന്ന. അദ്ദേഹത്തിന്റെ ആ ഒരു കൃപയാൽ PhD എനിക്ക് പണ്ട് മുതലേ ഒരു ആഗ്രഹമായിരുന്നു, സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു PhD പഠിക്കണമെന്ന്. അത് പഠിച്ച് പുറത്തു വരുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ 2018 ഞാൻ പുറത്തു വന്നു. 2018 വീണ്ടും ഞാൻ ദുബൈയിലേക്ക് ദൈവത്തിന്റെ ആലോചന പ്രകാരം വീണ്ടും ദുബൈയിലേക്ക് ഞാൻ പോവുകയും എന്നെ അവിടെ ഒരു കമ്പനി വിളിക്കാതെ അവർ എന്നോട് പറഞ്ഞു, ദുബൈയിൽ ഒരു ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് ഇരിക്കുക, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കമ്പനി വിസയിൽ നിൽക്കാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ദുബൈ ചെന്നു അവിടെ ഒരു സഭയുടെ അസോസിയേറ്റഡ് പാസ്റ്ററായിട്ടൊക്കെ മൂവ് ചെയ്യാനുള്ള ഒരു സമയമൊക്കെ എനിക്ക് ആ കാലഘട്ടങ്ങൾ ഉണ്ടായി. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിന് ഒരു ചൊറിച്ചിലുണ്ടാവുകയും ദുബൈയിലുള്ള NMC ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ക്രിയാറ്റിന്റെ അളവ് 16 ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടെ എൻ്റെ കഴുത്തിന് പിസ്റ്റിലായിടുകയും കഴുത്തിന് ഡയാലിസിസ് ചെയ്യാനുള്ള ആ ഉപകരണം വെക്കുകയും കയ്യിൽ പിസ്റ്റിലായിടുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം 2019 മുതൽ ഡയാലിസിസിലൂടെ ആഴ്ചയിൽ 2ഉം 3ഉം ഡയാലിസിസിലൂടെ കടന്നു പോകുവാൻ ദൈവം ഇടയാക്കി. എന്നാൽ ഈ അവസ്ഥകളിലൊക്കെയും ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഇടയായി. അങ്ങനെ ഒരു 3 വർഷം ഡയാലിസിസ് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എനിക്ക് വല്ലാത്ത ശാരീരികമായ ക്ഷീണം ശരീരത്തിൽ ഉണ്ടായി. ഒരാഴ്ച മുമ്പ് ദൈവാത്മാവ് എനിക്കൊരു ദർശനം തന്നു. ഞാൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നതായിട്ടുള്ള ഒരു ദർശനം. ആ ദർശനത്തിൽ ഞാൻ മരിക്കുന്നതും മരിച്ച് എന്നെ ശവമഞ്ചലിൽ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു രംഗവും, അങ്ങനെ ഞാൻ കടന്നു പോകുമ്പോൾ പൂന്തോട്ടവും മനോഹരമായ പ്രദേശങ്ങളൊക്കെ കാണുന്നതായിട്ടൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ ഈ മരണത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ എൻ്റെ ഉള്ളിലായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു പെൺകുഞ്ഞുണ്ട്. അവളുടെ പേര് ജോയാന എന്നാണ്. അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് കുഞ്ഞിനെ കുറിച്ച് വലിയൊരു ഭാരം ഉണ്ടായിരുന്നു. വൈഫ് സ്ഥലത്തില്ലായിരുന്നു, വൈഫ് നേഴ്സാണ്. പുള്ളിക്കാരത്തെ സ്ഥലത്തില്ലാത്തതിന് കുഞ്ഞിനെ കുറിച്ച് വലിയൊരു ഭാരം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉള്ളതിനാൽ ഞാൻ ആ സമയത്ത് ഈ മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുന്ന ഒരു സ്കീമിൽ പോയി ഞാൻ അങ്ങ് ചേർന്നു. മാനുഷിക ബുദ്ധിയാണ്. അങ്ങനെ അതിൽ ചേർന്നു. വൈഫ് അന്നേരത്തേക്ക് നാട്ടിൽ ഏതോ ഒരു ആവശ്യത്തിന് കടന്നു വന്ന സമയമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ബ്രീതിങ് പ്രോബ്ലം ഉണ്ടാവുകയാണ്. അങ്ങനെ ഞാൻ പുഷ്പഗിരിയിൽ ആദ്യം ഒന്ന് അഡ്മിറ്റായി അവിടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് എന്നെ തിരിച്ച് വീട്ടിൽ വിട്ടു. അങ്ങനെ ഒരു ദിവസം വൈകിട്ടായപ്പോൾ എനിക്ക് ശക്തമായ ശ്വാസമുട്ടൽ ഉണ്ടായി. എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ വൈഫും എൻ്റെ പിതാവും കൂടെ ചേർന്ന് എന്നെ ഒരു കാറിൽ വീണ്ടും പുഷ്പഗിരിക്ക് കൊണ്ടുപോവുകയാണ്. എനിക്കറിയാം ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ പോവുകയാണെന്നുള്ള ആ ഒരു ഉള്ളിൽ എനിക്ക് ഒരു തോന്നലുണ്ടായി. ഞങ്ങളുടെ ഭാര്യാപുരത്തു നിന്ന് ആ കാറിൽ കയറി കോരഞ്ചേരി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നെഞ്ചിന്റെ 2 സൈഡിലും അതിശക്തമായ വേദനയുണ്ടായി. കുമ്പനാട് കഴിഞ്ഞു മഞ്ഞാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ആളിനോട് പറഞ്ഞു, എൻ്റെ വൈഫിനോടും പപ്പായോടും പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ സമയമായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് പുഷ്പഗിരിയിൽ ചെന്നു. പുഷ്പഗിരി ആശുപത്രിയിൽ ചെന്ന് ഞാൻ നടന്ന് കാഷ്വാലിറ്റിക്കകത്ത് ചെന്ന് കയറി. കാരണം എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ O2 ലെവല് 50 താഴെ പോയി. ഓക്സിജൻ ഒട്ടും കയറി വരാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അവിടെ വെച്ചൊരു കാർഡിയാക് അറസ്റ്റ് വന്നു. ഞാൻ ഒറ്റ ആ കാഷ്വാലിറ്റി ബെഡ് ഒന്ന് എണ്ണിച്ചിട്ട് അതേ രീതിയിൽ തന്നെ ഒരു അലർച്ച അലറിയിട്ട് അതുപോലെ ഞാൻ കിടന്നു. ഡോക്ടേഴ്സ് പെട്ടെന്ന് വെന്റിലേറ്റർ സപ്പോർട്ടുകളൊക്കെ തന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് കംപ്ലീറ്റ് അവയവങ്ങളും നിശ്ചലാവസ്ഥയിലേക്ക് പോയി. അനേക ദൈവദാസന്മാരൊക്കെയും ആ സമയത്ത് പുഷ്പഗിരിയിൽ ഹോസ്പിറ്റലിൽ എത്തപ്പെട്ടു. പലരും എൻ്റെ ശരീരത്തിന്റെ അവയവങ്ങളിലും കാലുകളിലും ഒക്കെ പിടിച്ചു നോക്കിയപ്പോൾ തണുത്ത് കിടക്കുക. ബോഡി മരവിച്ച് തണുപ്പ് അനുഭവപ്പെട്ട എൻ്റെ തൊണ്ടയുടെ ഭാഗത്ത് വെന്റിലേറ്ററിന്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രം ചെറിയൊരു വെന്റി സപ്പോർട്ടിന്റെ ചലനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടേഴ്സ് പറഞ്ഞു, അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചോ, ആള് തിരിച്ച് ജീവിതത്തിലേക്ക് കയറി വരികയില്ല. കാരണം വെന്റി സപ്പോർട്ടിലാണ് ആളിപ്പോൾ ഓടുന്നത്. വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആള് പോകും. നമുക്ക് കാണാനുള്ള എല്ലാ ആൾക്കാരെയും കാണിക്കാൻ വേണ്ടി അവർ അലൗഡ് ചെയ്യും. അനേക ദൈവദാസന്മാരും അനേക വിശ്വാസികളും ഒക്കെയും കടന്നു വന്നിരുന്നു. പക്ഷെ ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ 1-2 ഫ്രണ്ട്സിനോട് ഞാൻ ഇത് കാര്യം പറഞ്ഞപ്പോൾ അവരെന്നെ വഴക്ക് പറഞ്ഞു, നീ അതൊന്നും ചിന്തിക്കേണ്ട എന്ന്. എങ്കിലും ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവരും അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അവരെല്ലാം വന്ന് കണ്ടിട്ട്
നാളെ രാത്രി സമയമാണിത് ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്നത്. നാളെ രാവിലത്തേക്ക് മിക്കവാറും ആൾ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോകുമെന്ന് ലോകത്തിലുള്ള എന്നെ കണ്ട എല്ലാവരും വിധി എഴുതി. പലരും നാളെ ഞാൻ ഈ ലോകത്തിൽ കാണുകയില്ലെന്ന് വരെ വിധി എഴുതിയ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ആ കിടക്കുന്ന കിടപ്പിൽ പല കാഴ്ചകൾ എന്നെ കാണിക്കുവാൻ ഇടയായി. ഞാൻ ഈ ലോകത്തിലുള്ള ഒന്നും അറിയുന്നില്ല. പക്ഷെ ഈ ലോകം വിട്ട് വേറൊരു ലോകത്തിലേക്ക് ഇങ്ങനെ ഒരു പട്ടം എങ്ങനെ അന്തരീക്ഷത്തിൽ പറക്കുന്നു അതുപോലെ ഞാൻ ഇങ്ങനെ കറങ്ങി പോകുന്നത് പോലെ എൻ്റെ ആത്മാവ് എനിക്ക് തോന്നി. പക്ഷെ ലോകത്തിൽ ഒന്നും എനിക്കറിയില്ല. ഒരു കാര്യം യാഥാർത്ഥ്യമായിട്ട് പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ബന്ധങ്ങളും സ്വന്തങ്ങളും എല്ലാം ഉള്ളൂ. നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടെ നമ്മളെ സഹായിപ്പാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കൊരു യാത്ര പോലെ എനിക്ക് തോന്നി. ആത്മാവ് ഇങ്ങനെ ഒരു പട്ടം കറങ്ങുന്നത് പോലെ ഉയർന്ന മലമുകളിലൂടെ കടന്നു പോകുന്നു. പക്ഷെ താഴ്വരകൾ അതികൂരുകൾ നിറഞ്ഞ ഇങ്ങനെ പച്ചിപ്പ് നിറഞ്ഞിരിക്കുന്ന ഒരു ഭാവം. ഞാൻ ഏറ്റവും ഉയർന്ന പ്രദേശത്തിലൂടെ ഇങ്ങനെ കറങ്ങി 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 പോകുന്നതായിട്ടുള്ള ഒരു രംഗം എനിക്ക് കാണുവാൻ ഇടയായി. അങ്ങനെ ഞാൻ ചില കാഴ്ചകളൊക്കെയും അവിടെ കാണുവാൻ എനിക്കിടയായി. അങ്ങനെ ഏകദേശം 18 മണിക്കൂർ എൻ്റെ ബോഡിക്ക് ചെറിയൊരു ചലനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൊണ്ടയ്ക്ക് ആ വെന്റിലേറ്റർ സപ്പോർട്ട് 18 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, അതുവരെ ഡോക്ടേഴ്സിനൊന്നും ഒരു പ്രതീക്ഷയില്ല. കാരണം ആള് വെന്റിലേറ്റർ വഴിയെ പോകും എന്ന ഒരു ഇതിലാണ് ഡോക്ടേഴ്സ് എല്ലാം ഇരുന്നത്. അന്നത്തെ നെഫ്രോളജി ആ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും എന്റെ റമ്മിൽ ഉണ്ടെങ്കിൽ എന്നെ MIC ഇട്ടേക്കുക വെന്റിലേറ്റർ കണക്ട് ചെയ്ത്. ഏകദേശം 18 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഞാൻ കറങ്ങി നടന്നിട്ട് പെട്ടെന്ന് എന്റെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു അനുഭവം ഉണ്ടാവുകയും ഞാൻ പെട്ടെന്ന് ചാടി എണ്ണിക്കുകയും കൂടെ. വെന്റിലേറ്ററിന്റെ ട്യൂബുകളും എല്ലാ ട്യൂബുകളും എന്റെ ശരീരം മൊത്തം കിടക്കുകയാണ്. അന്നേരത്തേക്ക് ഡോക്ടേഴ്സ് എല്ലാം ഓടി വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഒന്നും ഞാൻ പാരലൈസിൽ പോകും, അല്ലെ കോമായി പോകും. കാരണം കാർഡിയാക് അറസ്റ്റ് വന്ന് എനിക്ക് ആ ഒരു അവസ്ഥയിലൂടെ പോയതായതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഡോക്ടേഴ്സ് മൊത്തം വന്ന്, ഫിസിയോതെറാപ്പിസ്റ്റുകളും അവരും എല്ലാം വന്ന് പിന്നെ എന്നെ കംപ്ലീറ്റ് ചെക്കപ്പുകൾ അവിടെ നടത്തുന്നത്. അതിന്റെ പിറ്റേ ദിവസം ഞാൻ റൂമിലേക്ക് ഷിഫ്റ്റ് ആകുവാൻ ദൈവം ഇടയാക്കി. അത് 2024 ആഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. സെപ്റ്റംബർ 1 എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ദൈവം അത്ഭുതകരമായ ഒരു മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. ദൈവം ചില കാഴ്ചകളൊക്കെ എന്നെ അവിടെ കാണിക്കുവാൻ ഇടയായി. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. ദൈവത്തിന്റെ ഒരു കരുതലാണ് ഞാൻ അവിടെ കാണുന്നത്. 2024 അത് കഴിഞ്ഞും ദൈവം എന്നെ ഇത്രത്തോളം ഈ കാഴ്ചകൾ കണ്ടെന്ന് പറഞ്ഞാല് ഈ ഭൗമിക തലത്തിലാണോ അതോ അതിനപ്പുറമായ ഒരു സ്പിരിച്വൽ യെഹെസ്കേലിന്റെ അസ്ഥിത്താഴ്വരകൾ പോലുള്ള ആ ഒരു അനുഭവം ഉണ്ട്. അതേ അനുഭവമാണ് ഞാൻ കണ്ടത്. താഴ്വര എന്ന് വെച്ചാൽ കൂരുകൾ നിറഞ്ഞ, പക്ഷെ ഞാൻ പോകുന്ന ഭാഗം നല്ല വെളിച്ചമുള്ളതും വെട്ടമുള്ളതും പൂക്കൾ നിറഞ്ഞതുമായ ഭാഗങ്ങളായിരുന്നു. ഒരു പമ്പരം എങ്ങനെ കറങ്ങും, പട്ടം എങ്ങനെ കറങ്ങുന്നു അതുപോലെ കറങ്ങി ഞാൻ പോകുന്നത്, എൻ്റെ ആത്മാവ് പോകുന്നത്. പക്ഷെ ഈ ലോകത്തിലെ ഒരു കാര്യങ്ങളും നമുക്ക് അറിയുകയില്ല. പക്ഷെ നമ്മൾ തിരികെ വരാനും നമ്മൾ ആഗ്രഹിക്കത്തില്ല. നമ്മൾ വേറൊരു ലെവലിലേക്ക് പോവുകയാണ്. അവിടെ അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ കാലഘട്ടം ഞാൻ പുഷ്പരിക്കുന്ന സമയത്ത് അനേക ദൈവദാസ പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സൂര്യൻ അസ്തമിച്ചെന്ന് വളരെ പറഞ്ഞ പ്രവാചകന്മാരുണ്ട്. കാരണം തിരിച്ചു വരത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലെല്ലാം ഉപരിയായി അത് ഞാൻ പറയാം, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ട് എങ്കിൽ ദൈവം ഏത് മേഖലകളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരും. കാരണം ഈ ഡയാലിസിസും കഷ്ടതകളുടെയും കാലഘട്ടങ്ങളിലൊക്കെ എന്നെ ഏറ്റവും അധികം ബലപ്പെടുത്തിയത് ദൈവവചനം. കാരണം എൻ്റെ സെമിനാരി ലൈഫിൽ ഒരു തിയോളജി സ്റ്റഡി എന്നതിലുപരിയായിട്ട് ദൈവവചനവുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. കാരണം തിയോളജിയുടെ കുറെ പേപ്പറുകൾ നമ്മൾ പഠിച്ചു, പരീക്ഷ എഴുതി, പുറത്തു വന്നു. എന്നാൽ ഒരു കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവവചനവുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് അടുക്കാൻ കഴിയുന്നത്, ദൈവത്തിന്റെ സാന്നിധ്യം അറിയുന്നത്. വേദപുസ്തക ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ ഏത് കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോയെങ്കിലേ അവർ ആ ഒരു ദൈവിക സാന്നിധ്യം മനസ്സിലാക്കുകയുള്ളൂ. മോശയാണെങ്കിലും 40 വർഷം മരുഭൂമിയിലൂടെ നടത്തിയത് കൊണ്ട് ആ മോശയ്ക്ക് ആ ഇസ്രായേൽ ജനത്തെ നയിപ്പാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ഓരോ പ്രവാചകന്മാരെ എടുത്തു നോക്കുക, അവരുടെ കഷ്ടതയുടെ തീച്ചുളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവസാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയെങ്കിലും അനേക രോഗികളുടെ അവസ്ഥകളെ മനസ്സിലാക്കി അവരോ ബലപ്പെടുത്താനും ദൈവവചനത്തിൽ അടിയുറപ്പിക്കാനൊക്കെ ദൈവം നമ്മളെ ഇടയാക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ ഡയാലിസിസ് കഴിഞ്ഞാണേലും ദൈവവചന ശുശ്രൂഷയ്ക്ക് ഏതെങ്കിലും ദൈവസഭ വിളിച്ചുവെങ്കിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് പോകും. അവിടെ പോയി ഇത് കഴിഞ്ഞും ഈ ഡയാലിസിസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ, അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, അവർക്കധികം വെയിറ്റ് കൂട്ടാൻ പറ്റത്തില്ല, ഭക്ഷണക്രമങ്ങളിലെല്ലാം
നിബന്ധനകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവവചന ശുശ്രൂഷയ്ക്ക് എന്നെ എവിടെ വിളിച്ചെന്ന് വെച്ചാലും ഏകദേശം 1 മണിക്കൂർ വരെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വലിയൊരു കരുതൽ. ഇപ്പം ഈ ഒരു 1-2 വർഷം കൊണ്ട് ദൈവം പലയിടത്തും വിളിക്കുന്നിടത്തൊക്കെ ദൈവവചന ശുശ്രൂഷിപ്പാനൊക്കെയും ഞാൻ കടന്നു പോകാറുണ്ട്. ദൈവം നിർത്താറുണ്ട്. ദൈവ ശരീരത്തിന് ആവശ്യമായ ബലം തരാറുണ്ട്. സാധാരണ അറിയാം, ഡയാലിസിസ് നീണ്ടുപോകുന്ന കാലയളവിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ശരീരം ക്ഷീണിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ദൈവം എന്റെ ശരീരം, എന്റെ വെയിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. 55 കിലോയിൽ പോയ ഞാനിപ്പം വീണ്ടും 70 കിലോയിലേക്കൊക്കെ മടങ്ങി വന്നു. അതൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യത്തിന്റെ ചിറകിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പേടിക്കാനില്ല, ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. എനിക്കത് ഏറ്റവും അധികം ചിന്തിക്കുന്നത് കോശിയപ്പച്ചൻ, മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രസിഡന്റ് ആയിരുന്ന കോശിയപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്: ഹി ന്യൂ വാട്ട് ഐ നീഡ്, ഹി ന്യൂ വെൻ ഐ നീഡ്, ഹി ന്യൂ ഹൗ മച്ച് നീഡ്. ദൈവം അറിയും നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം. പക്ഷെ ദൈവം ഇത്രയൊക്കെ നമ്മളെ വഴി നടത്തുമ്പോഴും ദൈവത്തിൽ നമ്മളൊരു ആശ്രയം വെക്കണം. ദൈവം എന്നെ ഇത്രയും ബലപ്പെടുത്തുക, മാനുഷിക ആശ്രയമല്ല. ഞാൻ എന്ത് പ്രതിസന്ധി വന്നാലും ദൈവവചനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാറുണ്ട്. പിന്നെ ദൈവദാസന്മാരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ബലഹീനരാണല്ലോ. ബലഹീനതയെ മറ്റുള്ളവർ നമുക്ക് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ, ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിൽ ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല മേഖലകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട അവസ്ഥകളൊക്കെ എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവം അവിടെ എല്ലാം വിടുവിച്ചിട്ടുണ്ട്. എന്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ എന്റെ മാതാവ് പറയാറുണ്ടായിരുന്നു: നീ ഈ ലോകത്തിൽ ജനിക്കേണ്ടതല്ല, കാരണം നിന്നെ ഞങ്ങൾക്ക് മമ്മിക്ക് എന്തോ അബോർട്ട് പോലെ എന്നെ ഒഴിവാക്കിയതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ പുറത്തു വന്നു. ഒരു 3-ാം വയസ്സായപ്പോഴത്തേക്ക് ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതാണ്. ദൈവം അവിടെ നിന്ന് വിടുവിച്ചു. ഒരു 10-ാം വയസ്സിൽ എന്നെ ഒരു ജീപ്പ് പിടിച്ച് തെറിപ്പിച്ച് ഒരു ബസ്സിന്റെ മുന്നിൽ കളഞ്ഞതാണ്. അവിടെ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു എന്റെ ബൈബിൾ സ്റ്റഡിക്ക് മുമ്പ് ഞാൻ ഒരു KSRTC ബസ്സിന്റെ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ വേറൊരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ പറ്റിയത്. പക്ഷെ ദൈവം അവിടെയും അത്ഭുതകരമായ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ പരിപാലിച്ചു. പല മരണവിധമായ ആപത്തനർത്ഥങ്ങൾ ഉണ്ടായിട്ടും ദൈവം അവിടെ നിന്നൊക്കെ എന്നെ വിടുവിച്ചു. അതിലെല്ലാം ഉപരി ഞാൻ ഒരിക്കൽ ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് എന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ട 10-20 അടി താഴ്ചയുള്ള ഒരു കൊക്കയിലേക്ക് വണ്ടിയും ഞാനും കൂടെ പോയി. ഹെൽമെറ്റ് ഇല്ല. ഞാൻ ചെന്ന് വീഴുന്നിടത്ത് ഒരു വലിയ റബ്ബർ മരം കിടപ്പുണ്ട്. അതിൻ്റെ ഇങ്ങേപ്പുറത്ത് ഒരു പാറക്കല്ല് കിടപ്പുണ്ട്. ഈ പാറക്കല്ലിനും റബ്ബർ മരത്തിനും ഇടയിൽ എന്റെ തല ചെന്ന് ഇടിച്ച് 3-4 സ്റ്റിച്ചേ ഉണ്ടായുള്ളൂ. പക്ഷെ ആ അവസ്ഥയിലൊക്കെ ഞാൻ കണ്ടവരൊക്കെ ലോകം വിട്ട് ആള് പോയെന്നുള്ള ഒരു വാർത്തയാണ് പറഞ്ഞത്. പക്ഷെ ദൈവം അവിടെ ഒക്കെ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ പരിപാലിച്ചു. ഒരു ദോഷവും പറ്റാതെ ദൈവം എന്നെ അവിടെ പരിപാലിച്ചു. ദൈവം ഇത്രത്തോളം നാൾ എന്നെ ദൈവം നടത്തി. അത് ദൈവത്തിന്റെ വലിയൊരു കരുതൽ. അങ്ങനെ ദൈവം ഇപ്പൊ എനിക്ക് 6 വർഷം കൊണ്ട് ഡയാലിസിസിലേക്ക് കടന്നു പോകുന്നു. ദൈവം ഇതുവരെ എന്നോട് വിശ്വസ്തനായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഡയാലിസിസ് ആഴ്ച 2-3 ഡയാലിസിസുകൾ നടന്നുകൊണ്ടിരിക്കണം. അതെ പാസ്റ്ററെ, പല തവണ മരണം ജീവിതത്തിനെതിരെ വന്നല്ലേ? ജീവിതത്തിൽ മരണം വന്നെങ്കിലും ഒരു കാര്യമുണ്ട്: നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യം മനസ്സിലാക്കത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു വസ്തു കരിക്കാതെ അതിന്റെ രുചി നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ ഈ കഷ്ടതയിലൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുവെങ്കിൽ. പക്ഷെ ആ ഒറ്റപ്പെടലുകൾ ദൈവവുമായിട്ട് നമുക്കൊന്ന് ഇടപെടാനുള്ള മുഖാന്തരങ്ങൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, അബ്രഹാം ഹാഗാറിനെ ബർശേബ മരുഭൂമിയിൽ വിട്ടു കഴിഞ്ഞപ്പോൾ സാധ്യതകൾ അവിടെ അസ്തമിച്ചിരിക്കുക. ഒരു സാധ്യതയുമില്ല, അവിടെ വെള്ളത്തിന്റെ ഒരു സാധ്യതയുമില്ല. എന്നാൽ ആ നിലവിളിയുടെ നടുവിൽ ദൈവം മരുഭൂമിയിൽ നീരുറവയെ തുറന്നുവെങ്കിൽ നമ്മുടെ നിലവിളിക്ക് മറികടക്കാത്ത ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ഏത് അവസ്ഥകളിലും ദൈവസാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ ഇടയാവും. ദൈവസാന്നിധ്യം ഞാൻ ഒത്തിരി മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഈ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും. നമ്മളിപ്പോ ഒരു പ്രവാചകൻ സംസാരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വേദപുസ്തകം തുറന്ന ഏതെങ്കിലും ഭാഗം വായിക്കുമ്പോൾ ആ ശബ്ദമായിരിക്കും നമ്മളോട് ഇടപെടുന്നത്. അതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. കാരണം ഞാൻ ഇത്രയൊക്കെ രോഗമുണ്ടായിട്ടും ഞാൻ രോഗത്തെ ഒരിക്കലും ഭയപ്പെടാറില്ല. ധൈര്യത്തോടുകൂടി ആ ദൈവം എന്നെ ഇതുവരെ മുന്നിൽ നടത്തിയത്. അത് ദൈവത്തിന്റെ ഒരു പദ്ധതി. കാരണം നമ്മളിൽ ദൈവം ഒരു ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആയുസ് വരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും. നമ്മുടെ പ്രാണന്മേൽ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം എപ്പോഴൊക്കെ ഈ രോഗം വിട്ടു പോകാവുന്ന സമയങ്ങളൊക്കെ എത്ര തവണ കഴിഞ്ഞിരിക്കുന്നു. ഈ ഡയാലിസിസിനിടെ എത്ര കാർഡിയാക് നെഞ്ച് വേദനകളൊക്കെ വന്ന പല അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ കരുതൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എത്ര പ്രാവശ്യം പുഷ്പഗിരിയിലും മുത്തൂറ്റും ഒക്കെ അഡ്മിറ്റ് ആകാൻ ദൈവം ഇടയാക്കി. അവിടെ എല്ലാം ദൈവസ്ഥാനത്തെ ഞാൻ നല്ല ശരിക്കും മനസ്സിലാക്കിയിരുന്നു.
നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് ഞാൻ പറഞ്ഞ കുശവന്റെ കയ്യിലെ കളിമൺപാത്രത്തെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ആ കുശവൻ ഇഷ്ടമുള്ളതുപോലെ ഉടച്ചു പണിയുന്നത് പോലെ നമ്മൾ ഈ ഉടയ്ക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവം മനസ്സിലാക്കി നമ്മൾ ഒന്നുകൂടെ പുതുക്കാനുള്ള ഒരു പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞെങ്കിലും ഞാൻ ഇപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റ് പർപ്പസിന് വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. അതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിന്തിക്കും ദൈവത്തിനല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുകയില്ലയോ എന്ന്. എങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കും അറിയുകയില്ല. മാനുഷികമായ രീതിയിൽ ഞാൻ ട്രാൻസ്പ്ലാന്റ് പർപ്പസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നു. ഡോണറിന്റെയും എന്റെയും ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞു. അതിന്റെ ഗവൺമെന്റ് പേപ്പർ വർക്കുകൾ നടക്കുകയാണ്. ദൈവം അപ്രകാരം ഒരു വിടുതൽ അറിയോ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കഴിഞ്ഞാണെങ്കിൽ കർത്താവിന്റെ പേരിൽ അധികം ശക്തമായി പ്രയോജനപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ തീച്ചൂളയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ശുശ്രൂഷയുടെ ബലം, അഭിഷേകം, കൃപാവരങ്ങളുടെ ക്ലാരിറ്റി ഒക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ തീച്ചൂളയിലൂടെ കടന്നു പോയതിനു ശേഷമാണ് എന്റെ ശുശ്രൂഷയുടെ മണ്ഡലം ഒന്ന് മാറിയത്. കാരണം ശുശ്രൂഷ റലം ഒന്ന് മാറി, അതാ പറയാൻ പറ്റുന്നത്. ഒരു ആത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞാൻ ശരിക്കും അറിയാൻ തുടങ്ങിയതിന് ശേഷം. കാരണം ആത്മാവാണ് നമ്മുടെ ശുശ്രൂഷയെ നയിക്കുന്നത്. നമ്മൾ നിന്നു കൊടുത്താൽ മാത്രം മതി. ദൈവമാണ് നമ്മളിലൂടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നത്. കാരണം ദൈവവചനം നമ്മൾ ആ സമയത്താണ് ദൈവവചനം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. കാരണം മാനുഷിക ശബ്ദങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട്, എന്നാൽ ദൈവശബ്ദത്തിന് പരിമിതികളില്ല. കാരണം അതിനാൽ ശരിക്കും എനിക്ക് ഈ കാലഘട്ടങ്ങളിലൊക്കെ അനുഭവിച്ചറിയാൻ ഇടയാക്കിയിട്ടുണ്ട് ദൈവിക കരുതൽ. പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 1 പത്രോസ് 5:6 പറയുന്നത് പോലെ അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. തക്ക സമയത്ത് നിങ്ങൾ ആ വാക്യത്തെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. ദൈവസന്നിധി നമ്മളത് താണിരുന്ന് കൊടുത്താൽ മാത്രം മതി. കർത്താവേ, എന്റെ ശരീരം ബലഹീനമാണ്, നീ ഇതിനെ പണിയണം, നിന്റെ കരം ഇതിന്മേലൊന്ന് വ്യാപരിക്കണം. അങ്ങനെയാണ് ദൈവം ഓരോ ദിവസവും എന്നെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 50-60 കിലോമീറ്റർ ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ബൈക്ക് യാത്ര ചെയ്യാറുണ്ട്. ഈ 6 വർഷവും ആദ്യമൊക്കെ എൻ്റെ പിതാവും ഭാര്യയൊക്കെ ഡയാലിസിസിന് എൻ്റെ കൂടെ വരുവാണ്. ഇപ്പോൾ ഞാൻ ഒരു 3-4 വർഷം കൂടെ ഒറ്റയ്ക്ക് ഡയാലിസിസ് ബൈക്ക് ഓടിച്ചു പോകുന്നത്. ദൈവം അത്രയൊക്കെ കൃപ തന്നിട്ടുണ്ട്. പലരും ചിന്തിക്കാറുണ്ട് ഇത്രമാത്രം. ഞാൻ എൻ്റെ ടെസ്റ്റുകൾക്കൊക്കെ പാല ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതും ഈ 10-60 കിലോമീറ്റർ ഒറ്റയ്ക്ക് ദൈവം വണ്ടി ഓടിച്ച് സ്കൂട്ടർ ഓടിച്ചു പോകാനൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഇന്നും യാത്ര ചെയ്താണ് പലയിടത്തും ഒറ്റയ്ക്ക് പോകാൻ ദൈവം ഇടയാക്കുന്നത്. ദൈവിക കരുതൽ. ഡയാലിസിസിനൊക്കെ എങ്ങനെയാ പോകുന്നത്? സ്കൂട്ടറിനെ ഞാൻ പോകുന്നത്. എവിടെയാ അത് ചെയ്യുന്നത്? പത്തനംതിട്ട. ഇപ്പം പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിലാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ ട്രാൻസ്പ്ലാന്റിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? പാല മാർസ്ലിവ മെഡിസിറ്റിയിലാണ് ഇപ്പൊ അതിന്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിറ്റ്നസ്സുകളെല്ലാം കഴിഞ്ഞു. ദൈവം അനുവദിച്ചാൽ ഏപ്രിൽ മാസത്തിലേക്ക് ചെയ്യാൻ പറ്റും എന്ന പേപ്പർ വർക്കുകൾ, ഒത്തിരി നിയമ നടപടികളൊക്കെ ഉണ്ടല്ലോ. പോലീസ് ക്ലിയറൻസും അതുപോലെ തന്നെ പേപ്പർ പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. ഗവൺമെന്റ് തലത്തിൽ നമുക്ക് അപ്രൂവ്ഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ട്രാൻസ്പ്ലാന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. ദൈവസന്നിധിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അതൊക്കെ ഒന്ന് ഭംഗിയാക്കി പുറത്തു കൊണ്ടുവന്ന് വീണ്ടും കർത്താവിന്റെ വേല ചെയ്യുവാൻ ആയിരിക്കുന്നിടത്തോളം, ജീവിക്കുന്നിടത്തോളം കാലം ദൈവവേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിശ്ചയമായിട്ട് കർത്താവ് അത് ചെയ്യും. കാരണം ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുകയാണ്, അന്ന് ജിൻസി സിസ്റ്റർ മരണകരമായ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ, ഏതാ വർഷം? 2008. അതിനുശേഷം പ്രിയപ്പെട്ട സിസ്റ്റർ ഒരു 13-14 വർഷം പിന്നെയും ജീവിച്ചിരുന്നല്ലേ? ജീവിച്ചിരുന്നു. ബോംബെ പിന്നെയും പോർട്ടീസ് ഹോസ്പിറ്റൽ, വാഷി പോർട്ടീസ് ഹോസ്പിറ്റലിന്റെ ഇൻചാർജ് ആയിട്ട് നീണ്ട വർഷം അവിടെ വർക്ക് ചെയ്തു. അവര് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത് മറ്റൊരു അസുഖമാണ്, ബ്രെയിനിൽ പിന്നെ ഒരു ട്യൂമറായിട്ടാണ് അല്ലേ? പോയപ്പോൾ വെച്ച കിഡ്നി റിജക്ഷൻ വരികയായിരുന്നു. അങ്ങനെ വീണ്ടും ഡയാലിസിസ്, കാർഡിയാക് അറസ്റ്റിൽ പുള്ളിക്കാരത്തി മരണപ്പെടുകയായിരുന്നു ഈ ലോകത്തിൽ 2021. എന്തായാലും ഹിസ്കിയ രാജാവിന് 15 വർഷം നീട്ടിക്കൊടുത്തതെന്ന് പറഞ്ഞ പോലെ 14 വർഷം പിന്നെയും ജീവിക്കാനൊക്കെ ദൈവാവസരം നൽകി. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലും ദൈവിക പദ്ധതികൾ നിറവേറും. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ കഷ്ടതയുടെ പോയെങ്കിൽ മാത്രമേ ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, ദൈവിക കരുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സുഖകരമായ ജീവിതമാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് അനുഭവത്തിലൂടെ പോകുമ്പോഴും നമ്മൾ പതറാനിടയാവും. എന്നാൽ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ ബലപ്പെടുത്തും.
അത് ദൈവിക ബലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പലയിടത്തും എന്നെ പിടിച്ചു നിർത്തുന്ന പരിശുദ്ധാത്മാവ് എന്ന് വെച്ചാൽ ഭയമുണ്ട്. ഭയം വരുന്ന സ്ഥാനത്ത് നമ്മളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ദൈവസാന്നിധ്യം ഞാൻ നല്ല ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ 6 വർഷം. എന്റെ സെമിനാരി പഠനത്തെക്കാൾ ഉപരിയായി എന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് ഞാൻ ദൈവസാന്നിധ്യം മനസ്സിലാക്കിയത്. ദൈവവചനവുമായി ആഴത്തിലുള്ള ബന്ധം എനിക്ക് കഴിഞ്ഞത് ഈ കഷ്ടതയുടെ സമയത്താണ്. ഈ കഷ്ടത്തിലായത് എനിക്ക് ഏറെ ഗുണമായെന്ന് പറഞ്ഞതുപോലെ കഷ്ടത്തിലായതുകൊണ്ടാണ് ഞാൻ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കാനിടയായത്. കാരണം എന്റെ നിത്യതയെക്കുറിച്ചൊക്കെയുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മളെ ചിന്തിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ. കാരണം ഞാൻ അന്ന് ആ മരണത്തിന്റെ ദർശനമൊക്കെ കണ്ടപ്പോഴേക്ക് ഞാൻ നിത്യതയിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണം എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു. കാരണം നമ്മളെ തന്നെ ക്രമീകരിക്കുക എല്ലാ മേഖലകളിലും. ഇന്ന് ദൈവ അത്ഭുതകരമായി ഇത്രത്തോളം എന്നെ നടത്തി. നാളെ എന്തായിരുന്നു എനിക്ക് അറിയില്ല. അതെല്ലാം ദൈവത്തിന്റെ കൈകൾ, ദൈവിക പദ്ധതികൾ. നമ്മളെ കുറിച്ച് ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. എന്നെ കേൾക്കുന്ന ഏത് രോഗികളുണ്ടെങ്കിലും എനിക്ക് പറയാറുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം മാത്രമേ നമ്മുടെ ലൈഫ് പോകത്തുള്ളൂ. പൗലോസിനോട് പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ആ പൗലോസിന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയുടെ മധ്യത്തിലൊക്കെ ദൈവവചനം ആ പൗലോസിനെ ശക്തിപ്പെടുത്തിയത്. പൗലോസിനോട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് ദൈവ കൃപയുണ്ടെങ്കിൽ നമുക്കതിൽ ജീവിച്ചു നിൽപ്പാൻ ഇടയാകും. ഫിലിപ്പാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ആ കാലഘട്ടങ്ങളൊക്കെ ഫിലിപ്പാസൊക്കെ എന്നെ ഒത്തിരി ആത്മീയമായിട്ട് എനിക്ക് തോന്നുന്നു. ആ ഗ്രേറ്റ് സിറ്റി ചർച്ച് നിൽക്കുന്ന സമയത്തൊക്കെ എന്നും കിങ് സർക്കിളിലുള്ള വീടിൽ വലിയ ദൈവവചനം ഞങ്ങൾക്ക് പറഞ്ഞു തരിക, ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ ഒത്തിരി ബലപ്പെടുത്തിയ ദൈവദാസൻ ഫിലിപ്പാസ്റ്റർ, റെജി സോമൽ പാസ്റ്റർ, സന്തോഷ് റീസ് പാസ്റ്റർ, ഒത്തിരി ദൈവദാസന്മാരെ എനിക്ക് പേരെടുത്ത് പറയത്തക്കവണ്ണം. അതാ ഞാൻ പറഞ്ഞു വന്നതേ, തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ അഭിഷേകം വർദ്ധിക്കും. പ്രത്യേകിച്ചും ഈ തീച്ചൂളയിലൂടെ പോകുന്നത് അങ്ങനെ ഒരു 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 അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്താൻ. അതുകൊണ്ട് ഇതൊട്ടും വേസ്റ്റ് ആകരുത്. ഈ അനുഭവങ്ങളിൽ നമ്മൾ കത്തുമ്പോൾ കൂടുതൽ ശോഭയോട്, കൂടുതൽ തേജസ്സോട്, കൂടുതൽ കൃപാവരങ്ങളോട് ഞാൻ അങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുക. ഇത്രയും വലിയ തീയിലൂടെ പോയാലേ അത്രയധികം ശുദ്ധീകരിക്കപ്പെടും. പുറത്തു വരുമ്പോൾ ഇന്ന് ആരും കാണാത്ത കൃപാവരങ്ങളുമായിട്ട് പുറത്ത് വരണം. വാര്യപുരം യോനാച്ചാൻ്റെ ഒക്കെ നാട്ടിൽ നിന്നാണ്. അപ്പോൾ അസാധാരണമാകുന്ന കൃപാവരങ്ങളിലൂടെയൊക്കെ പുറത്തു വരാനുള്ളൊരു ചാൻസാണ്. ദൈവം ആരെയൊക്കെ അഗ്നിയിലിട്ടിട്ടുണ്ടോ അവരൊക്കെ അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. ടെസ്റ്റിമണി തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒത്തിരി കാര്യങ്ങൾ കേൾക്കാൻ പോവുക. ഞാൻ ഒത്തിരി ഓർക്കുന്നു, ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ബോംബെ ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ നമ്മൾ ഈ വർഷിപ്പ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ദൈവദാസന്മാർ ജനങ്ങളുടെ ഇടയിൽ കൂടെ വന്നിട്ട് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ദൂത് പറയരുത്. മറ്റു പല സഭകളിലും ഞാനത് കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന എൻ്റെ ചർച്ചിൽ പോലും ഞാനത് ചെയ്യുന്നില്ല. ഫെയ്ത്ത് സിറ്റി ചർച്ചാണ് ബെന്തിക്കോസ് ബെന്തിക്കോസ് മൂവ്മെന്റിനോട് ഒരു സാന്നിധ്യം എന്നെ ഒരുക്കിയത് ഫെയ്ത്ത് സിറ്റി ചർച്ച. കാരണം ഞാൻ അങ്ങനെ ഒരു ആരാധനയൊന്നും പങ്കെടുത്തിട്ടില്ല. ആ കാലഘട്ട ഫെയ്ത്ത് സിറ്റി ചർച്ച സ്ഥിരം ദൈവദാസന്മാര് അനേകര് കടന്നു വരുമായിരുന്നു. ബിജി അഞ്ചൽ പാസ്റ്റർ, അനീഷ് ഏലപ്പാറ, സുനീഷ്, അങ്ങനെ ഒത്തിരി അനേക ദൈവദാസന്മാർ അവിടെ കടന്നു വരുമായിരുന്നു. പാസ്റ്റർ ഓർമ്മയുണ്ടോ? എബി അരൂര് പാസ്റ്റർ, ഈ പറഞ്ഞ സുനീഷ് ഏലപ്പാറ, ഒത്തിരി എണ്ണം പറ്റാത്ത പോലെ ദൈവദാസന്മാർ. എല്ലാ മാസവും ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വ്യക്തിപര അനുഭവം പറയാമല്ലോ. ഞാൻ ഈ ഒരു പഴയ പെന്തക്കോസ്ത് പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളാണെങ്കിലും ഞാൻ ശുശ്രൂഷകന്മാരുടെ വ്യത്യസ്തത, ശുശ്രൂഷയുടെ വ്യത്യസ്തത കണ്ടത് ഫെയ്ത്ത് സിറ്റി ചർച്ച് വന്ന ശേഷമാണ്. ഫെയ്ത്ത് സിറ്റി ചർച്ച് എപ്പിസോഡ് എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ആ സഭയിൽ ഒരു 5 വർഷം ഞാൻ അസോസിയേറ്റ് പാസ്റ്ററായിട്ടുണ്ടായിരുന്നു. ആ ടൈം എനിക്കില്ലായിരുന്നെങ്കിൽ എൻ്റെ ശുശ്രൂഷ ഒരു ഉണക്ക പെന്തക്കോസ്ത് പാസ്റ്ററുടെ ശുശ്രൂഷയായി പോയേനെ. എനിക്ക് വിശാലമാകുന്നൊരു കാഴ്ചപ്പാട് നൽകിയത് ലോകത്തിൽ ഞാൻ കണ്ടതിനപ്പുറമായിട്ടുള്ളൊരു ലോകമുണ്ടെന്നും ആത്മസാന്നിധ്യമുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി തന്നത് ഫെയ്ത്ത് സിറ്റി ചർച്ച്. അതിനെന്നും ഞാൻ ആ ചർച്ചിനോട് എനിക്കൊരു കടപ്പാടുണ്ട്. ഞാനതാ പറഞ്ഞത്, അന്ന് ഞങ്ങൾ ഈ ദൈവമക്കളുടെ ഇടയിൽ കൂടെ ഒക്കെ പോയി ഇങ്ങനെ വർഷിപ്പ് നടക്കുമ്പോൾ, ആദ്യത്തെ 1 മണിക്കൂർ പാട്ട് നടക്കുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് ദൂത് പറയുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്നൊക്കെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ആൾ സഭായോഗത്തിന് വന്നിരിക്കുമ്പോൾ ഞാൻ ഇടയിൽ കൂടെ പോയിട്ട് അയാളുടെ തലയെ കൈവച്ചിട്ട് ആ ദൂത് പറയുക, അവരതിൽ നിന്ന് വിടുവിക്കപ്പെടുക. അതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നും ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വന്നിട്ട് അന്ന് ഞങ്ങളുടെ ജിൻസൺ ബ്രദറിൻ്റെ തലയെ കൈവച്ചിട്ട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്കുള്ള വ്യക്തിയെ അതിനു വേണ്ടി ഇറങ്ങണം. അപ്പം ആ സമയങ്ങളിലൊക്കെ ജിൻസൺ ബ്രദർ എന്നോട് പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ വീട്ടിൻ്റെ കാര്യങ്ങൾ, ആവശ്യങ്ങൾ ഒക്കെയുണ്ട്. എന്നോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ കർത്താവിൻ്റെ വേലയെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ രോഗമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് മാറും.
ഈ കാരണം ഒരു കാര്യമുണ്ട് ഫസ്റ്റ്, അന്ന് ഫേക്ക് സിറ്റി ചർച്ചിൽ ഏറ്റവും അധികം യൂത്ത് സ്ഥാനപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ബോംബെ വരുന്ന എനിക്ക് തോന്നുന്ന യൂത്ത്സുകളെല്ലാം സ്ഥാനപ്പെട്ട ഫേക്ക് സിറ്റി ചർച്ചിൽ ഒത്തിരി ചെറുപ്പക്കാർ സ്ഥാനപ്പെട്ടവരുണ്ട്. അഭിഷേകം പ്രാപിച്ചത്, ഒത്തിരി പേര് അഭിഷേകം പ്രാപിച്ചത് എന്ന് ഒരു പറഞ്ഞാൽ 10, റിലേ 25 പോലെ വർഷം മറ്റ് പെന്തിക്കോസ്ത് സഭയിൽ ഇരുന്നിട്ട് ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ വന്ന് അഭിഷേകം പ്രാപിച്ചവരെയൊക്കെ എനിക്കറിയാം. അതൊക്കെ ഒരു വലിയ കാലഘട്ടമായിരുന്നു. ഒരു മഹാ എന്താ പറഞ്ഞ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നമ്മളെല്ലാം കണ്ട സമയമായിരുന്നു. പുണ്യങ്ങളായിരുന്നു. അത് ആ ചർച്ചിലൂടെയുള്ള സാന്നിധ്യമാണ് നമ്മളെ ഇതിൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്ന സഭ ആ ഒരു രീതിയിലാണ് മോഡൽ ചെയ്തേക്കുന്നത്. കാരണം അതേ പാറ്റേണാണ് നമ്മൾ പോകുന്നത്. വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ചർച്ചിൽ വന്നിട്ടുണ്ട്. ഒരു നല്ല മാതൃകയായിട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇടയ്ക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേ, ദൈവത്തിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ തന്നെ അങ്ങ് സൗഖ്യമാക്കാൻ പറ്റത്തില്ലയോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത പറയാമേ. ഇതൊരു അനുഭവം, ഒരു കുഞ്ഞനുഭവം. നമ്മൾ ഈ കുഞ്ഞു അനുഭവത്തിൽ നിന്ന് പഠിക്കുമല്ലോ. എനിക്ക് മിനിഞ്ഞാന്ന് രാവിലെ ഒരു കൊച്ചനുഭവം തന്നു. പ്രേക്ഷകർക്ക് വേണ്ടി കൂടെ പറയുക. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ഇത് ഒരു ഹൈ എൻഡ് ലാപ്ടോപ്പാണ്. കാരണം നമുക്ക് ഈ മീഡിയയുടെ വർക്കെല്ലാം ചെയ്യണമെങ്കിൽ നല്ല ഡെഡിക്കേറ്റഡ് VGA അല്ലെങ്കിൽ ഡിസ്പ്ലേ കാർഡൊക്കെ ഡെഡിക്കേറ്റഡ് വേണം. അങ്ങനെ നല്ലൊരു കപ്പാസിറ്റിയുള്ള ലാപ്ടോപ്പിൽ നമുക്ക് ഇങ്ങനെയുള്ള വർക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതിന് ഒരു 1.25 ലക്ഷം രൂപ ഇന്ത്യയിൽ വിലയുള്ളൊരു സാധനമാണ്. ഞാൻ 2-3 ദിവസം മുമ്പേ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വന്ന്, ഈ ലാപ്ടോപ്പ് 4 വർഷം പഴയതാണ്, ദൈവമേ ഇതെങ്ങാനും കേടായി പോയാൽ 1.25 ലക്ഷം രൂപയ്ക്ക് ഒന്നിച്ചുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ മനസ്സിൽ സങ്കടം പറഞ്ഞു, കർത്താവേ 4 വർഷമായാലും ഇത് ഉപയോഗിക്കുന്നു, ഇത് കേടായാൽ എന്ത് ചെയ്യും? ഒരു ഇത്രയും വിലയുള്ള സംഭവമല്ലേ. അപ്പോൾ 1.25 ലക്ഷം രൂപയ്ക്ക് ഒന്നിച്ചുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറ്റത്തില്ല. എൻ്റെ ജിൻസൺ പാസ്റ്റർ, ഇത് മിനിഞ്ഞാന്നല്ല 4-ാം നാൾ ഞാൻ പറയുന്നു, മിനിഞ്ഞാന്ന് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട ടെസ്റ്റ് മണി റെൻഡർ ചെയ്തുകൊണ്ടിരുന്നപ്പം ലാപ്ടോപ്പ് ഡെഡായിപ്പോയി. എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നു. എൻ്റെ കർത്താവ് എന്തോ ചെയ്യും? ആസാദി ചാനലിൻ്റെ ഇനി കുറച്ച് ദിവസത്തേക്ക് വർക്കെല്ലാം മുടങ്ങി. ഇന്ന് ചെയ്യേണ്ട വീഡിയോ പോലും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ ഫെയ്ത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. കൈവച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് കേടായാലും കമ്പ്യൂട്ടർ കേടായാലും ആദ്യം ഞാൻ ചെയ്യുന്നത്, കാറ് കേടായാലും ആദ്യം ഞാൻ ചെയ്യുന്നത് കൈവച്ച് പ്രാർത്ഥിക്കുക. പിന്നെ ശരിയായില്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആസ് യൂഷ്വൽ ഞാൻ ഈ ലാപ്ടോപ്പെ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ എൻ്റെ ലാപ്ടോപ്പിനെ നീ ഹീൽ ചെയ്യണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ ഒരു പൊട്ടത്തരം കാണിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള പൊട്ടത്തരം കാണിക്കുമ്പോഴാണ് ദൈവ മഹത്വം വെളിപ്പെടുന്നത്. ശരിക്കും അങ്ങനെ ഞാനിത് വെച്ച് പ്രാർത്ഥിച്ചു 2-3 പ്രാവശ്യം. ദൈവിക പദ്ധതികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ, ദൈവ പദ്ധതികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ദൈവം ഏത് മേഖലകളിലൂടെ ഇടപെടുന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ആ ദൈവത്തിന്റെ കയ്യിലെ കാര്യങ്ങൾ ഇരിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞതുപോലെ ദൈവത്തിന് ഒരു ഒറ്റ വാക്ക് മതി. പക്ഷേ ദൈവിക പദ്ധതികള് ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഏത് മേഖലയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഞാൻ കേട്ടോ പാസ്റ്ററെ, ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്ന ദൈവം ഒരു മിറക്കിൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ച് നമ്മളിപ്പം ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പോയെന്ന് വെച്ചാൽ ദൈവത്തിന് നാളെ അടുത്ത നിമിഷം മതി, ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷം മതി. അതെ പാസ്റ്ററെ, അപ്പം ദൈവനെ പഠിപ്പിച്ച അനുഭവം. അപ്പം ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരത്തി പ്രാവശ്യം അങ്ങനെ സംഭവിക്കുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ഞാനങ്ങ് പാനിക്കായി ശരിക്കും. കാരണം എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. തന്നെയല്ല, എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇനി ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് ഇത് എടുക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഡാനിമോനെയും വിളിച്ചോണ്ട് HP-യുടെ ലാപ്ടോപ്പായത്, HP-യുടെ ഒരു സർവീസ് സെൻറ്ററിൽ പോയി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്കെന്തുവാ, അവർക്ക് വലിയ കാര്യമില്ലല്ലോ, നമ്മുടെ ടെൻഷനൊന്നും അവർക്കില്ല. അവർ പറഞ്ഞ ലാപ്ടോപ്പ് വെച്ചിട്ട് ഇവിടെ നിന്ന് പിന്നെ വേറെ ഒരു സെൻറ്ററിൽ അയക്കണം, അവർ ചെക്ക് ചെയ്യും, മദർ ബോർഡിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് സംഭവം ചാലുവാകത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവ് ഇനി 3-4 ദിവസം കഴിഞ്ഞേ ഇത് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാനൊരു പഴയ ഹാർഡ്വെയർ ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ 99 മുതൽ ഹാർഡ്വെയറിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അവനോട് ചോദിച്ചു. അവൻ എന്നെ കളിയാക്കി കേട്ടോ. ഞാൻ പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ ലാപ്ടോപ്പ് ഒന്ന് അഴിച്ചിട്ട് എൻ്റെ ഹാർഡ് ഡിസ്ക് എടുത്ത് എനിക്ക് താ, ഞാൻ ഹാർഡ് ഡിസ്ക് വീട്ടിൽ കൊണ്ട് വേറെ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് എടുത്തോളാം, എൻ്റെ ഡേറ്റ എനിക്ക് കിട്ടുമല്ലോ, അത്രമേൽ എനിക്ക് സമാധാനം ഉണ്ടല്ലോ. ഒന്നും അല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തേക്കുന്നത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവൻ ഇത് ചെയ്യാൻ വേണ്ടി ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഈ ഹാർഡ് ഡിസ്ക് എടുത്ത് എൻ്റെ തന്നു. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇതൊരു SSD ഹാർഡ് ഡിസ്ക് എന്ന് പറയും, ചെറിയ ഹാർഡ് ഡിസ്ക്കാണ്. എൻ്റെ കണക്ടറും ഇല്ല. എൻ്റെ ഉള്ള സാറ്റ എന്ന് പറയും, പഴയ ഹാർഡ് ഡിസ്കിൻ്റെ ഒക്കെ കണക്ടർ എൻ്റെ ഉണ്ട്,
സാറ്റാടെ ഉണ്ട്, IDEയുടെ ഉണ്ട്. പക്ഷേ ഈ SSDയുടെ കണക്ടർ അത് പുതിയ സിസ്റ്റമാണ്. അവൻ എനിക്ക് അതും പറ്റത്തില്ല. അപ്പോൾ അവൻ ചിരിക്കുക, അവൻ എന്നെ കളിയാക്കി ചിരിക്കുക, ഞാൻ ഈ മണ്ടത്തരം കാണിക്കുന്നുണ്ടിട്ട്. അവസാനം ഈ ലാപ്ടോപ്പ് അവൻ തിരിച്ച് പാക്ക് ചെയ്തിട്ട് എൻ്റെ തിരിച്ച് തന്നിട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നീ റിപ്പയർ ചെയ്തിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അകത്ത് പെട്ടെന്ന് ആരോ പറയുകയാണ് കേട്ടോ, ഇത് സ്വാഭാവികമല്ല കേട്ടോ, എനിക്ക് കേൾക്കാം. എൻ്റെ അകത്ത് പറയുക ആ ലാപ്ടോപ്പ് ഒന്നുകൂടെ ചാർജിൽ കുത്താൻ പറയുക. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു ഇവിടുത്തെ ചാർജർ ഒന്നതാ, എനിക്ക് ഈ ലാപ്ടോപ്പ് ഒന്നുകൂടെ ചാർജിൽ കുത്തണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ പെട്ടെന്ന് ഈ ലാപ്ടോപ്പ് എടുത്ത് ചാർജറെ കുത്തിയപ്പോൾ ഇത് ചാർജ് ആകാൻ തുടങ്ങുന്നു. അതിനു മുമ്പേ അവൻ്റെ അവിടെ വെച്ച് തന്നെ ചാർജ് ആകുന്നൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ചാർജ് ആകാത്ത ലാപ്ടോപ്പ് ചാർജ് ആകുന്നു. ഒന്നും ചെയ്തില്ല. ഇത് ഊരി അവൻ ഈ ഹാർഡ് ഡിസ്ക് ഊരി എൻ്റെ തന്നു. ഹാർഡ് ഡിസ്ക് ഇല്ലാതെ ഇത് ഓൺ ചെയ്തപ്പോൾ ഇത് ചാർജ് ആകുന്നു. അതിനുശേഷം ഞാൻ ലാപ്ടോപ്പ് ഓൺ ചെയ്തപ്പോൾ ലാപ്ടോപ്പ് ഓണായി. അപ്പോൾ അവൻ പറഞ്ഞത് മദർ ബോർഡിൻ്റെ കേടാ, മദർ ബോർഡ് മാറണമെങ്കിൽ 30,000 രൂപ ചിലവാകുന്നൊക്കെ എന്നോട് പറഞ്ഞതാ. ഇപ്പം ഞാൻ സങ്കടം പറഞ്ഞു, ഇത്ര 4 വർഷം പഴക്കമുള്ള ലാപ്ടോപ്പിന് 30,000 രൂപ കൊടുത്ത് റിപ്പയർ ചെയ്യുന്ന ബുദ്ധിയാണോ എന്നൊക്കെ ഞാൻ സങ്കടം പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ് പറയുന്നത് കേട്ടോ. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ലാപ്ടോപ്പ് ഹീലായില്ല, സൗഖ്യമായില്ല. പക്ഷേ അവിടെ ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി അത് തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എന്തോ ലൂസ് കണക്ഷൻ ആയിരുന്നു, പവർ സപ്ലൈയുടെ പ്രോബ്ലം ആയിരുന്നു. അവൻ രണ്ടാമതൊന്ന് പാക്ക് ചെയ്തപ്പോൾ അതങ്ങ് മാറി, വർക്കായി. അപ്പം ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് അത് ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പം പിന്നെ എന്തിനാ ടെക്നീഷ്യൻ്റെ അടുക്ക പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യേണ്ടി വന്നത്? ചിലപ്പം ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ ബുദ്ധി പറയുന്ന പോലെയല്ല. പക്ഷേ എടാ അതൊന്നുകൂടെ കുത്തി നോക്കടാ എന്ന് പറഞ്ഞത് 101% എന്നിലുള്ള പരിശുദ്ധാത്മാവാണ്. അല്ലെങ്കിൽ ഞാൻ കുത്തി നോക്കത്തില്ല, അല്ലെങ്കിൽ അവൻ അത് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവൻ പിന്നെ ഇതെന്താ പറഞ്ഞ മദർ ബോർഡിൻ്റെ കേടാ അവനങ്ങ് സ്ഥാപിക്കാൻ ശ്രമിക്കുമായിരുന്നു. മദർ ബോർഡിൻ്റെ കേടാന്ന് പറഞ്ഞത് അവന് അവിടെ കൊണ്ടുപോകും, അതവന് അവിടെ ഇട്ട് റിപ്പയർ ചെയ്തിട്ട് 30,000 രൂപ എനിക്ക് ബില്ലടിച്ച് തരും, മദർ ബോർഡ് മാറി എന്ന് പറഞ്ഞു. ഇതാ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് അകത്ത് ഗൈഡൻസ് തന്നു, അടുത്തത് എന്താ ചെയ്യേണ്ടത്. അപ്പം ചിലപ്പം ദൈവം നമ്മളോട് പറയും ഇന്ന ഹോസ്പിറ്റലിൽ പോയി ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യും എന്നും പറയുന്നതും പരിശുദ്ധാത്മാവാണ്. അങ്ങനെ നമ്മളെ നടത്തുന്ന ഒരു ആത്മാവ്. ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ആ ഫെസിലിറ്റി ഉപയോഗിക്കാനുള്ള ഒരു ഗൈഡൻസ്, പിന്നെ അതിനുള്ള അറിവ് തരുന്നതും ദൈവാത്മാവ്. കാരണം നടത്തുന്ന ആത്മാവാണ്, ഗൈഡ് ചെയ്യുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ഇന്നലെ പഠിച്ചൊരു പാഠമാണ് കേട്ടോ. എന്തായാലും ഞാൻ ലാപ്ടോപ്പ് അവനെക്കൊണ്ട് പിന്നെ എല്ലാം ഒന്ന് സാഫ് ചെയ്യിച്ചു, ഒന്ന് ക്ലീൻ ചെയ്യിച്ചു. അതിൻ്റെ ഫാനിൻ്റെ അകത്തെല്ലാം ഡസ്റ്റ് ആയിരുന്നു, അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അവന് ഇത് ക്ലീൻ ചെയ്തതിൻ്റെ ഒരു സർവീസ് ചാർജും അവന് കൊടുത്തിട്ട് ലാപ്ടോപ്പ് ഞാൻ തിരിച്ചെടുത്തുകൊണ്ട് വന്നു. 1/2 മണിക്കൂറിനകം എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് റിപ്പയറായി കിട്ടി. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് ഒരു കുഞ്ഞനുഭവത്തിൽ ഞാൻ അനുഭവിച്ചതെന്ന് പറയുക. ഏത് പ്രാർത്ഥനയ്ക്കും നമുക്ക് ദൈവം അതിന് പ്രതിഫലം തരും, ശക്തിയുണ്ട്. അത് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പക്ഷെ ദൈവിക പദ്ധതികളെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ദൈവം പല മേഖലകൾ തിരഞ്ഞെടുക്കും. ഞങ്ങൾ പഴയ പരിചയക്കാരായതുകൊണ്ട് ഇങ്ങനെ അങ്ങ് സംസാരിച്ചു പോയതാണ്. പ്രിയപ്പെട്ട ജിൻസൺ പാസ്റ്റർ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പക്ഷേ ദൈവമക്കൾക്കറിയാമല്ലോ, കഴിഞ്ഞ 7 വർഷമായിട്ട് കണ്ടിന്യൂസ് ഡയാലിസിസിൽ കൂടെ കടന്നു വന്ന് ഞാൻ പലപ്പോഴും വിളിക്കുമ്പോൾ എന്നോട് പറയും ക്ഷീണമാണ് പാസ്റ്ററെ, ഇന്ന് മീറ്റിങ്ങിന് പോകാൻ പറ്റില്ല. കാരണം ഡയാലിസിസ് കഴിയുമ്പോൾ പെട്ടെന്ന് ക്ഷീണമൊക്കെയാണ്. എങ്കിലും അതിൻ്റെ നടുക്കെല്ലാം മീറ്റിങ്ങുകളിലൊക്കെ പോയി കർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ എനിക്കടുത്തില്ല എത്ര തവണ പറഞ്ഞു പാസ്റ്ററെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാനൊന്ന് വരണം. അന്നേരമൊക്കെ എന്നോട് പറഞ്ഞു വേണ്ട പാസ്റ്ററെ ഇപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. ഇപ്രാവശ്യം ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു വേണ്ട പാസ്റ്ററെ ട്രാൻസ്പ്ലാന്റൊക്കെ കഴിയട്ടെ. എന്നാൽ ഞാൻ പാസ്റ്ററോട് പറഞ്ഞ് ഉത്സാഹിപ്പിച്ചു. ഞാൻ പറഞ്ഞു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടല്ല, ട്രാൻസ്പ്ലാന്റിന് മുമ്പ് വന്ന് ഈ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ അനേക ദൈവമക്കൾ ഈ അനുഭവം അറിയുകയും ആ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അതൊരു വലിയൊരു ആവശ്യമല്ലേ. ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് നമ്മളെ നിലനിർത്തുന്നത്. പലപ്പോഴും പല ദൈവമക്കളുടെയും എന്നെ ഇത്രയും നിർത്തിയ ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വലിയൊരു കൈത്താങ്ങലാണ്. അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഇനിയും പറയുന്ന കാര്യം എനിക്കറിയാം ജിൻസൺ പാസ്റ്റർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, എന്നെ വിലക്കിയിട്ടുള്ള കാര്യമാണ്, എങ്കിലും ഞാൻ പറയുകയാണ്. ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വലിയ ചിലവുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഞാൻ ഈ സാക്ഷ്യത്തിന് വരാമെന്ന് എഗ്രി ചെയ്തപ്പോഴും എന്നോട് വെച്ച ഒരു വ്യവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത് എന്നൊരു വ്യവസ്ഥയാണ്. കാരണം ജിൻസൺ പാസ്റ്റർ പേഴ്സണൽ അനുഭവം ദൈവത്തോടല്ലാതെ മനുഷ്യനോട് ഒരാവശ്യവും പറയത്തില്ല എന്ന് തീരുമാനിച്ചൊരു ദൈവദാസനായതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു പാസ്റ്ററെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങൾ മാത്രം പറയാം. പക്ഷേ എൻ്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല പാസ്റ്ററെ. ഞാൻ കാരണം എനിക്കറിയാം പാസ്റ്ററെ പോലെ കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു ദൈവദാസന് പെട്ടെന്നൊരു ട്രാൻസ്പ്ലാന്റിൻ്റെ ആവശ്യം വരുന്നു. ഏത് ഹോസ്പിറ്റലാണെങ്കിലും ചിലവുണ്ട് അല്ലേ.
ഉണ്ട് പാസ്റ്റർ. ഉണ്ട്. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. ഞാനത് പറഞ്ഞില്ല. എന്നോട് എന്റെ കഴിഞ്ഞ ദൈവം ദിവസം പറഞ്ഞത് വിശ്വസ്തനാണ്. പാസ്റ്ററെ എങ്ങനെയാ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ദൈവം ഒരുക്കും പാസ്റ്ററെ, ദൈവം ഒരുക്കും എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 10-16 ലക്ഷം രൂപയോളം, 16ആണോ? ഇല്ല അത്രയൊക്കെ ആവും പാസ്റ്റർ. അതെ, ഞാൻ പാസ്റ്റർ പറയത്തില്ലെന്ന് എനിക്കറിയാം, കാരണം എന്നോട് വിലക്കിയ കാര്യമാണ്. കാരണം ഞാൻ എനിക്ക് ദൈവം നമ്മളെ അയച്ചിട്ടുണ്ടെങ്കിൽ, ദൈവ പദ്ധതികൾ നമ്മൾ ഉണ്ടെങ്കിൽ ദൈവം അതിനുവേണ്ടിയുള്ള കരുതലുകൾ നമുക്ക് വേണ്ടി നടത്തും. അതെ, ഞാന് പല സഭകളിലും ശുശ്രൂഷിക്കാൻ പോയെന്ന് വെച്ചാലും ഞാൻ ആ രീതി ശുശ്രൂഷിച്ചിട്ട് പോരത്തേ ഉള്ളൂ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന, എന്റെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ആഗ്രഹിച്ച ഒരു കാര്യം, ദൈവവേലയ്ക്ക് പോയി ദൈവമേ ഒന്നും സമ്പാദിക്കാൻ ഇടവരുത്തരുത്, അത് ദൈവവേലയ്ക്ക് തന്നെ പോയിട്ട് വരണം. കാരണം ദൈവം നമ്മളെ അന്നന്ന് നടത്തണം. ആ ഒരു മേഖലയിൽ ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. കാരണം ഒട്ടും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ. എനിക്കറിയാം പാസ്റ്റർ, കാരണം ഇന്നും ഇന്നലെയല്ല നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്, കണ്ടത്. എന്നാൽ എനിക്ക് പാസ്റ്ററിനെ വിലക്കിയിട്ടുണ്ടെങ്കിലും എനിക്കിത് പറയാതിരിക്കാൻ എൻ്റെ മനസാക്ഷി സമ്മതിക്കുന്നില്ല. ദൈവമക്കളായിട്ടുള്ളവർ ഈ ദേവദാസിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മാത്രമേ പാസ്റ്റർ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി പറഞ്ഞത് ഞാനാണ് കേട്ടോ. പാസ്റ്റർക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല. കാരണം എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ പറയരുതെന്ന്. പാസ്റ്റർക്ക് ഇനി പിന്നെ എന്താ പറഞ്ഞേ, അതിനകത്ത് വിഷമം തോന്നേണ്ട, ഇതെൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ ഞാൻ പറഞ്ഞതാണ്. പാസ്റ്റർ തീരുമാനം ലംഘിച്ചെന്നുള്ള ചിന്തയൊന്നും പാസ്റ്റർക്ക് വരണ്ട. കാരണം എനിക്ക് തോന്നി നമ്മുടെ പ്രേക്ഷകർ ഇത് അറിയണം, അവർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ദൈവം അങ്ങനെ സഹായിക്കട്ടെ പാസ്റ്റർ, കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക, ദൈവം പുറത്ത് കൊണ്ടുവന്ന അനേകർക്ക് വേണ്ടി വീണ്ടും ശുശ്രൂഷിപ്പാൻ അതെ പാസ്റ്ററിന് ദൈവം ഇടയാകട്ടെ. എനിക്കും ദൈവം പുതിയ വാതിലുകൾ, ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾ, ഞാൻ അതേ ആഗ്രഹിക്കുന്നു. ശുശ്രൂഷ മണ്ഡലങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു ഉണർവോടുകൂടി പുറത്തു വരും. ദൈവം എന്നെ ഇടയാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അനേക ബലഹീനരെ താങ്ങാനും ഞാൻ പാസ്റ്ററുടെ ഒരു ചെറിയ ക്ലിപ്പൊക്കെ കണ്ടായിരുന്നു. ഒരു മീറ്റിങ്ങിൽ, ഒരു 10,000-2000 പേരുള്ള ഒരു മീറ്റിങ്ങിൽ പാസ്റ്റർ അങ്ങ് ദൂരെ നിൽക്കുമ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന ദേവദാസൻ പാസ്റ്ററെ വിളിച്ച് പാസ്റ്ററുടെ രോഗവിവരം പറഞ്ഞുകൊണ്ട് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ടിനു ജോർജ് പാസ്റ്റർ. അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. പാസ്റ്റർ കാരണം ഒരു 50 മീറ്റർ ദൂരെയാണ് നിൽക്കുന്നത് അല്ലേ? ടിനു ജോർജിനെ അറിയത്തില്ല. അതെ, കാരണം ഞാൻ ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ 10,000-10,000 പേരുണ്ട്. ഞാൻ ഏറ്റവും ബാക്കി ആ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ അന്ന് ഏഞ്ചലിക് വിസിറ്റിങ്ങിനെ കുറിച്ചാണ് പുള്ളി പ്രസംഗിക്കുന്നത്. എനിക്ക് ടിനു ജോർജിന്റെ തിയോളജിക്കൽ തോട്ടുകൾ ഭയങ്കര ഇഷ്ടം, മെസ്സേജുകൾ. കാരണം പുള്ളിയുടെ മെസ്സേജ് എവിടെ കേട്ടാലും ഞാൻ അതിന്റെ തിയോളജിക്കൽ സ്റ്റഫുകൾ ഉള്ളത് കേൾക്കാറുണ്ട്. അങ്ങനെ പുള്ളി ഏഞ്ചലിക് വിസിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ ഓരോ ഭാഗത്ത് ഓരോരുത്തരെ വിളിച്ചിട്ട് ഒരാൾ ആ ഫ്രണ്ട് സൈഡിൽ നിന്നായിരുന്നു, ഒരാൾ ഒരു കൊച്ചു കുഞ്ഞായിരുന്നു, ലാസ്റ്റിൽ എന്നെയാണ് വിളിച്ചത്. എന്നിട്ട് ടിനു ജോർജ് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത് ഇതാണ്: ഇവർ 3 പേരും ഒരേ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നവർ. കാരണം ഇവരിൽ ഏഞ്ചലിക് വിസിറ്റിംഗ് നടക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവർക്ക് 3 പേർക്കും ഒരേ അസുഖമാണ്. അങ്ങനെ ഒന്നാമത്തെ വ്യക്തിയോട് ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചപ്പോൾ അയാൾ ഡയാലിസിസ്, കിഡ്നി ഫെയിലിയർ. ഈ കുഞ്ഞിനോട് ചോദിച്ചപ്പോഴും കിഡ്നി ഫെയിലിയർ, എന്നോട് ചോദിച്ചപ്പോഴും കിഡ്നി ഫെയിലിയർ. അങ്ങനെ ടിനു ജോർജ് പാസ്റ്ററിന്റെ മുമ്പിൽ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ. ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുകയും ചെയ്തു ഇത് നമ്മുടെ ജിൻസൺ പാസ്റ്റർ ആണല്ലോ എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. എനിക്ക് ഞാൻ ഈ 2024 ഞാൻ സീരിയസ് കണ്ടീഷനിൽ കിടക്കുന്നതിന്റെ 2 മാസം മുമ്പാണ് ആ വീഡിയോ. അത് ശരി. അതിനുശേഷം സീരിയസ് ആകുന്നല്ലേ? അത് കഴിഞ്ഞാൽ ഞാൻ പോകുന്നത് വെന്റിയിലൊക്കെ പോകുന്നത്. എന്നാലും ദൈവം പുറത്തു കൊണ്ടുവന്നു. പാസ്റ്റർ, നമ്മൾ ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാർത്ത ആലീൻ എന്ന് പറഞ്ഞ കൊച്ചു മോടെ കഥയാണ്. 10 മാസം പ്രായമുള്ള കുഞ്ഞ്, മല്ലപ്പള്ളിക്കാരി, നമ്മുടെയൊക്കെ അയൽവക്കമാണല്ലോ മല്ലപ്പള്ളി എന്ന് പറഞ്ഞാൽ, പത്തനംതിട്ട ജില്ലയാണല്ലോ. അപ്പം ആലീൻ്റെ വാർത്ത നമ്മൾ കേട്ടു. ആ കുഞ്ഞിൻ്റെ കൊച്ചു ശരീരത്തിൽ നിന്ന് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. ഞാനതിനെക്കുറിച്ചൊരു പാഠഭേദം ചെയ്തു. കാരണം അവയവദാനം, ഇവിടെ പ്രിയപ്പെട്ട പാസ്റ്റർക്ക് ഒരു ഡോണർ റെഡിയായിട്ട് കിഡ്നി ഡൊണേറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. അത് തന്നെ ഒരു വലിയ ഒരു കാര്യമാണ്. ആ ഡൊണേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണോ അതിൻ്റെ പിന്നിലുള്ളത്, ആ കുടുംബങ്ങളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററേയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈ ഓർഗൻ ഡൊണേഷനെക്കുറിച്ച് ഒരു നല്ല അവയർനെസ് നമ്മുടെ ആളുകളിൽ ഉണ്ടാകണം. നമ്മുടെ ശരീരം കൃമിക്കിരയായിട്ട് മണ്ണിൽ മറഞ്ഞു പോകാനുള്ളതല്ല.
എല്ലാവർക്കും ജീവനോട് ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാം. മരിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓർഗൻസ് മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുകയാണെങ്കിൽ അത് എത്ര വലിയ ഒരു അനുഭവമായിരിക്കും. അതൊക്കെ നല്ല മാതൃകകളാണ് എന്ന്. മാസ്റ്റർ, ഈ 2014 കഴിഞ്ഞ കേരളത്തിൽ കടാവർ ട്രാൻസ്പ്ലാന്റ് അധികം നടന്നിട്ടില്ല. കാരണം കേരള ഗവൺമെന്റ് ഒത്തിരി റെസ്ട്രിക്ഷൻസുകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കടാവർ ട്രാൻസ്പ്ലാന്റുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഇവിടെ ഒത്തിരി ലിമിറ്റാണ് നടക്കുന്നത് ഗവൺമെന്റ് തലത്തിൽ. അത് പക്ഷേ അതിൻ്റെ ഒരു കാരണം ഇതിനെ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നു. കാരണം ദുരുപയോഗം ഓർഗൻ ഈ അവയവ മാഫിയ ഇതിനെ ഒത്തിരി ശരീരത്തിലെ ഓരോ അവയവങ്ങളെ വില വെച്ച് വിൽക്കുന്ന പരിപാടിയും അത് ഒത്തിരി തെറ്റായ പ്രവണതകൾക്ക് കാരണമായി തീർന്നു. ആളുകളുടെ ജീവന് പോലും അപകടമായി തീർന്നപ്പോഴാണ് കേരള ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നടപടികൾ എടുത്തത്. പക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം മസ്തിഷ്ക മരണം ഈ 2020 നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എടുക്കാം. പക്ഷെ ഇതൊന്നും ഗവൺമെന്റ് സൈഡിൽ നിന്ന് അധികം ആൾക്കാരും ഇതിന് മുന്നോട്ട് വരുന്നില്ല കൊടുക്കാനും. അതൊക്കെ ഒത്തിരി ഭാഗങ്ങളുണ്ട് പാസ്റ്റർ, നിയമപരമായ ഭാഗങ്ങൾ, എത്തിക്കൽ ഭാഗങ്ങൾ. ഇപ്പം തന്നെ ഞാൻ ഡയാലിസിസ് ചെയ്യുന്ന പല ഹോസ്പിറ്റലിൽ ഞാൻ ഡയാലിസിസ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ചെറുപ്പക്കാരാണ്. 21 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരാണ് കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. ദൈവം സഹായിക്കട്ടെ പാസ്റ്ററെ. നമ്മുടെ പ്രേക്ഷകർ പ്രിയ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ ജിൻസൺ പാസ്റ്റർ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അദ്ദേഹത്തിൻ്റെ തീച്ചൂളയിൽ അദ്ദേഹത്തിൽ വർദ്ധിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും നമുക്കൊരു വലിയ അനുഗ്രഹത്തിന് കാണുമായി തീരട്ടെ. പാസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ്, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനേക ദൈവമക്കള് കർത്താവെ ഈ ചാനലിലൂടെ ഞങ്ങളുടെ ടെസ്റ്റിമണികൾ കേൾക്കുന്നല്ല കർത്താവ്. പ്രിയ ദൈവദാസനെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവദാസന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ദൈവം എടുത്ത് വിനിയോഗിക്കണം കർത്താവെ. ദൈവദാസന്റെ സഭയെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അത് അനേകരെ കടന്നു വന്ന കർത്താവെ, കർത്താവിൽ അനുഗ്രഹം പ്രാപിപ്പാൻ രക്ഷയുടെ പദ്ധതിയിലേക്ക് ആൾക്കാരെ നയിപ്പാൻ അവിടുത്തെ ഇടയാക്കണം കർത്താവെ. അപ്പൊ ഞങ്ങൾ ടെസ്റ്റിമണികളൊക്കെയും പറയുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, സൗഖ്യമായി തീരുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കണം കർത്താവെ. ഇതിന്റെ വ്യൂവേഴ്സിനെ എല്ലാം തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്നു ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെട്ട് ദൈവിക വിടുതലുകൾ അവിടെ അയക്കണം കർത്താവ്. ദൈവദാസനെ കുടുംബത്തെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിനെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അടിയനെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ജിൻസൺ പാസ്റ്റർമേൽ തൻ്റെ ട്രാൻസ്പ്ലാന്റിൻ്റെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടക്കുന്നല്ലോ അതിന്മേൽ എൻ്റെ കുടുംബത്തിന്മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ, നന്ദി പറയുകയാണ്. ദൈവം സഹായിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.